हरे कृष्ण। जय राधा माधव जय कुंज बिहारी। जय राधा माधव जय कुंज बिहारी। जय गोपी जन वल्लभा जय गिरिवर धारी। जय गिरिवर धारी। जय राधा माधव जय कुंज बिहारी। जय गोपी जन वल्लभा जय गिरिवर धारी। जय गिरिवर धारी। यशोदनंदन ब्रज जनरंजन यशोदनंदन ब्रज जनरंजन यमुना तीरवनचारी। जय कुंज बिहारी। यमुना तीरवनचारी जय कुंज बिहारी। जय राधा माधव जय कुंज बिहारी। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। जय राधा मुरलीधर राधे। जय राधा मुरलीधर राधे। जय राधा माधव राधे। जय कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम जय वृंदावन धाम। जय वृंदावनेश्वरी राधे राधे। जय वृंदावनेश्वरी राधे राधे। जय वृंदावनेश्वरी राधे राधे। जय वृंदावनेश्वरी राधे राधे। जय गौरा नित्याय जय गौरा नित्याय जय गौरा नित्याय जय गौरा नित्याय जय नरसिंहदेव जय नरसिंहदेव जय नरसिंहदेव जय नरसिंहदेव जय पंचतत्वा जय पंचतत्वा जय पंचतत्वा जय पंचतत्वा जय जय प्रभुपाद 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 जय जय प्रभुपाद जय गुरुदेव 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 जय जय गुरुदेव। नित्य गौर हरि बोल हरि बोल हरि बोल नित्य गौर हरि बोल। जय ओम विष्णुपाद परमहंस परिव्रगाचार्य अष्टोत्तर शतश्री जय अदश्री अभय चरणारविंद भक्ति वेदांत स्वामी श्रील प्रभुपाद महाराज की जय। इस्कॉन स्थापक आचार्य हिज डिवाइन ग्रेस श्री श्री भक्ति सिद्धांत स्वामी श्रील प्रभुपाद महाराज की जय। जय ओम विष्णुपाद परमहंस परिव्रगाचार्य अष्टोत्तर शतश्री श्रीमद भक्ति सिद्धांत सरस्वती गोस्वामी महाराज की जय। अनंत कोटि वैष्णव की जय। नामाचार्य श्रील हरिदास ठाकुर की जय। प्रेम से कहो जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद की जय। श्री राधा कृष्ण गोपी गोपीनाथ राधा कुंड श्याम कुंड गोवर्धन की जय। वृंदावन मधुरा द्वारका धाम की जय। मायापुर नवदीप धाम की जय। श्री गंगमयी यमुनमयी की जय। श्री भक्ति देवी तुलसी देवी की जय। हरिनाम संकीर्तन की जय। ऑल ग्लोरीज टू द assembled devotees. श्री श्री गौरंबा श्री श्री गौरंग श्री श्री गौरंग श्री श्री गौरंग हरे कृष्ण. ഇന്നത്തെ കൂടിയിട്ടുള്ള എല്ലാ വൈഷ്ണവരുടെയും പാതാര വിന്ദങ്ങളിൽ എന്റെ വിനീതമായ പ്രണാമം. ഹരേ കൃഷ്ണ.
ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികമന്ദേഹം ശ്രീ ഗുരു ശ്രീയുതാപദകമലം ശ്രീഗുരൻ വൈഷ്ണവം ച ശ്രീരൂപം സാ വിരജാതം സാഗണ രഘുനാഥാനിതം തം സജീവം സാദയുധം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദം സഗണ ലളിതാ ശ്രീ വിശാഖാന്വിതാം ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപിക കാന്തരാധ കാന്ത നമസ്തുതി സപ്തകാഞ്ചന ഗൗരാംഗിരാധേ വൃന്ദാവനേശ്വരി വിശ്വാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയവാൻ ജഗൽപതരൂപ ശിഖൃഭോ സന്തോഭ്യാവജ പതിദാനം പാവനോഭ്യോ വിഷ്ണുഭ്യോ നമോ നമ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗരവക്യോരന്ദ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഒരിക്കൽ കൂടി എന്റെ വിനീതമായ പ്രണാമം. ഇങ്ങനെ ഒരു അവസരം തന്ന മാതാജിക്കും പ്രഭുവിനും പ്രത്യേകം ഭഗവാന്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഒപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ശ്ലോകം ഭഗവത്ഗീത 6-ാമത്തെ അധ്യായം 33 ശ്ലോക നമ്പർ. യോഗ, അഷ്ടാംഗ യോഗയെ കുറിച്ചിട്ടുള്ളാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ശ്ലോകത്തിലേക്ക് കിടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുനോവാച യോയം യോഗസ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം. അർജുനോവാച യോയം യോഗസ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം. അർജുനോവാച യോയം യോഗസ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദനഃ ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം. ശ്ലോകം വായിക്കുന്നവർ വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി പ്രണാം. അർജുന ഉവാച യോയം യോഗസ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വാക്കൃത്തം നോക്കാം. ഓഡിബിൾ ക്ലിയർ അല്ലേ? വോയിസ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് പ്രഭു. വാക്കൃത്തം നോക്കാം. അർജുനുവാച. അർജുനൻ പറഞ്ഞു, മധുസൂദന, ഹേ മധുസൂദന, സാമ്യന പൊതുവെ, യാ അയം യോഗ, ഈ യോഗം, ത്വയാ പ്രോക്ത, അങ്ങയാൽ പ്രോക്തമായി പറയപ്പെട്ടു, തു പക്ഷേ, ഏതസ്യ ഇതിനെ, ചഞ്ചലത്വാത് മനസ്സിന്റെ ചഞ്ചലത്വം ഹേതുവായിട്ട്, സ്ഥിരമായ സ്ഥിതിയെ, അഹം ന പശ്യാമി ഞാൻ കാണുന്നില്ല. വിവർത്തനം ബൈ ശ്രീ എസ് ഭക്തിവിധാൻ സ്വാമി ശ്രീയിൽ പ്രവാദിക്കുകയും. അർജുനൻ പറഞ്ഞു, ഹേ മധുസൂദന, അങ്ങ് പറഞ്ഞു തന്ന ഈ യോഗ പദ്ധതി അപ്രായോഗികമെന്ന് ചഞ്ചല മനസ്കനായ എനിക്ക് താങ്ങാവുന്നതല്ലെന്നും തോന്നുന്നു. ഭാവാർത്ഥം ആരെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വായിച്ചോളൂ. ഭാവാർത്ഥം. ജഗദ്ഗുരു ശ്രീല പ്രഭുപാദ് കി ജയ്. ശുചൗ ദേശേ എന്ന് തുടങ്ങി യോഗി പരമോമത എന്നുവരെയുള്ള ശ്ലോകങ്ങളിൽ കൃഷ്ണ ഭഗവാൻ പ്രതിപാദിച്ചിട്ടുള്ള ധ്യാനയോഗത്തെ അസാധ്യമാണെന്ന് കരുതി അർജുനൻ നിരാകരിക്കുകയാണ്. വീട് വിട്ട് കാടിനകത്തോ മലമ്പ്രദേശത്തോ ഉള്ള ഒരു വിജന സ്ഥലത്ത് ചെന്നിരുന്ന് യോഗാനുഷ്ഠാനം ചെയ്യുക എന്നത് ഈ കലികാലത്തിൽ ഒരു സാധാരണ മനുഷ്യന് സാധ്യമല്ല. ഹ്രസ്വമായ ഒരു ജീവിതത്തിനു വേണ്ടി തന്നെ കടുത്ത പോരാട്ടം ചെയ്യേണ്ടി വരുന്ന കാലമാണിത്. ആത്മസാക്ഷാത്കാരത്തിനായി ലളിതമായ പ്രായോഗിക മാർഗങ്ങൾ പോലും സ്വീകരിക്കാൻ ജനങ്ങൾക്ക് താല്പര്യമില്ല. എന്നിട്ടാണോ ഇരിക്കാനുള്ള സ്ഥലം, ഇരിക്കേണ്ടുന്ന വിധം, ജീവിത രീതി ഇവയിൽ കർക്കശമായ നിയന്ത്രണം പാലിക്കേണ്ടതും മനസ്സിനെ ഭൗതിക താല്പര്യങ്ങളിൽ നിന്നും അകറ്റി നിർത്തേണ്ടതുമായ ദുഷ്കരമായ യോഗ പദ്ധതി അംഗീകരിക്കുന്നത്? അർജുനന് പല വിധത്തിലും മേന്മയുണ്ടെങ്കിലും ഒരു പ്രായോഗിക മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം യോഗാനുഷ്ഠാനം സാധ്യമല്ലെന്ന് കരുതുന്നു. രാജവംശജാതനും സദ്ഗുണസമ്പന്നനും യുദ്ധവീരനും ആയുഷ്മാനും സർവോപരി പരമദിവ്യോത്തമ പുരുഷനുമായ കൃഷ്ണന്റെ ഉറ്റ സുഹൃത്തുമാണ് അദ്ദേഹം. അന്ന് 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ന് നമുക്കുള്ളതിനേക്കാൾ വളരെയധികം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും അർജുനൻ ഈ യോഗ പദ്ധതി നിരാകരിച്ചു. അദ്ദേഹം അത് അനുഷ്ഠിച്ചതായി ചരിത്രത്തിൽ എവിടെയും കാണുന്നില്ല. അതുകൊണ്ട് ഈ യോഗ പദ്ധതി കലിയുഗത്തിൽ അസാധ്യമായിട്ടാണ് കരുതേണ്ടത്. ദുർലഭം ചിലർക്ക് സാധിച്ചെന്ന് വരാമെങ്കിലും സാമാന്യ ജനങ്ങൾക്ക് ദുഷ്കരം തന്നെ. 5000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള നില ഇങ്ങനെയായിരുന്നുവെങ്കിൽ ഇന്നത്തെ കഥ എന്ത്?
പല വിദ്യാലയങ്ങളിലും സംഘടനകളിലും യോഗാനുഷ്ഠാനം അനുകരിച്ചു പോരുന്നവർ അതിൽ സംതൃപ്തരാണെങ്കിൽ തന്നെയും തീർച്ചയായും സമയം പാഴാക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. അഭീഷ്ട ലക്ഷ്യത്തെ സംബന്ധിച്ചിടത്തോളം തീരെ അജ്ഞരാണവർ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇതിനകത്ത് പറയുന്നത് എന്താ വെച്ചാല് വീണ്ടും വീണ്ടും അത് ഉപദേശങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഉപദേശങ്ങൾ കൊടുത്ത് കേട്ടിട്ട് ഭഗവാൻ അർജുനന് ഭഗവാൻ ഉപദേശങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ കൊടുക്കുമ്പോൾ ആൾക്കത് എന്താ പറയാ ഉപദേശങ്ങൾ മതിയായി. അത് ഈ യോഗയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ പറയുമ്പോൾ. അപ്പൊ ഈ ശ്ലോകത്തിൽ പറയണത് അത് തിരസ്കരിക്കുകയാണ് അത് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ അർജുനൻ വേണ്ട എന്നുള്ള രീതിയിലേക്ക് എനിക്ക് പറ്റില്ല. കാരണം എന്താ വെച്ചാല് ഞാൻ അതിന്റെ റിപ്പീറ്റേഷനിലേക്ക് പോകുന്നില്ല. അത് നിങ്ങൾക്ക് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തിട്ട് പിന്നെ അത് നിങ്ങൾക്കൊരു ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഈ യോഗ പദ്ധതിയെ കുറിച്ചുള്ളതാണല്ലോ ഇപ്പൊ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ക്ലാസ്സിൽ തന്നെ. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ ശ്ലോകത്തിലേക്ക് തന്നെ ഡയറക്റ്റ് കിടക്കാണ്. അപ്പൊ ഇത് എന്താ വെച്ചാല് ദ്വാപര യുഗത്തിലെ നമ്മുടെ സൗകര്യത്തിനേക്കാൾ കൂടുതൽ സൗകര്യം ഉണ്ടായിരുന്നു അർജുനൻ അത് ചെയ്യാനായിട്ട്. എന്നിട്ട് ഭഗവാന്റെ ഉപദേശങ്ങളൊക്കെ ഇത് യോഗ പദ്ധതിയെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഭഗവാൻ എന്താണ് അർജുന അത് നിരാകരിക്കുകയാണ് ചെയ്യുന്നത് ഈ ശ്ലോകത്തിൽ. എനിക്കത് വേണ്ട. കാരണം കാടിനകത്ത് പോയിട്ടോ മലമ്പ്രദേശത്ത് പോയിട്ടോ വിജനമായ സ്ഥലത്ത് പോയിട്ടോ അത് ഇരുന്നിട്ട് ഈ യോഗ പദ്ധതി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അർജുനൻ അന്ന് അത് നിരാകരിച്ചു. ദ്വാപര യുഗത്തില് നമ്മുടെ കലിയുഗത്തിലുള്ളേക്കാൾ കൂടുതൽ ഫെസിലിറ്റി ഉണ്ടായിട്ട് അർജുനൻ അത് നിരാകരിച്ചു. അപ്പൊ ഇപ്പോഴത്തെ കലിയുഗത്തില് ഈ യോഗ പദ്ധതി ചെയ്യാനായിട്ട് ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരാരും അത് ചെയ്യില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഭഗവാൻ തന്നെ പറയണത് എന്താ വെച്ചാല് ഈ യോഗ പദ്ധതിയിലൂടെ നീ വന്നു കഴിഞ്ഞാല് ഇതിന്റെ കുറെ സ്റ്റെപ്പുകൾ ഉണ്ട്. ആ സ്റ്റെപ്പുകളിലൂടെ വന്നിട്ട് ഒരു ലാസ്റ്റ് യോഗാരൂഢ സ്റ്റേജിലേക്ക് എത്തുമ്പോ നീ എന്നെ മാത്രമാണ് ഓർക്കുള്ളൂ. യോഗാരൂഢ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അവിടം വരെ എത്തിക്കിട്ടിയാൽ മതി. അവിടം വരെ എത്തിക്കിട്ടി കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഹിമാലയം കയറാനായിട്ട് ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ട് ഇല്ലേ. നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ അവിടെ പോയിട്ട് ഹിമാലയത്തിന്റെ മൗണ്ട് എവറസ്റ്റ് കറക്കാനായിട്ട് അവരൊരു അഡ്വഞ്ചറസ് പാക്കേജ് പോലെയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആ ട്രെയിനിങ് ഒരുപാട് ആൾക്കാർ ആ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അതില് ഒരു എത്ര ദിവസം അവർക്ക് 35 ദിവസം 40 ദിവസമൊക്കെ പ്രൈമറി ആയിട്ട് അവർക്ക് ഡേയ്സ് കൊടുക്കും. അതിന്റെ ഉള്ളില് ഇത്ര ഏരിയ അവര് കവർ ചെയ്തിട്ട് കാണണം. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയ സിറ്റുവേഷനിൽ അത് കവർ ചെയ്യാൻ അവർക്ക് കൊണ്ട് പറ്റിയില്ലെങ്കിൽ അവര് ക്വാളിഫൈഡ് അല്ല എന്നാണ്. അപ്പൊ അവരെ റിജക്ട് ചെയ്യും. അതുപോലെ ഭഗവാൻ പറയാണ് എന്ത് ചെയ്യണം, ഇതില് നീ ഇത്രയൊരു ലെവലുണ്ട്. അതിലാ സമാധി സ്റ്റേജ് എത്തണേറ്റ് മുമ്പുള്ള ധാരണ സ്റ്റേജിൽ വരെ എത്തിക്കഴിഞ്ഞാൽ സക്സസ് ആയി. പിന്നെ നീ കുഴപ്പമില്ല. പിന്നെ ആ സമാധി സ്റ്റേജിൽ എത്തുമ്പോ അവിടെ മരണമല്ല വരുന്നത്. സമാധി സ്റ്റേജിൽ നീ എത്തുമ്പോ നീ എന്നെയാണ് കാണുന്നത്. പിന്നെ ഞാൻ നീയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ചെയ്യണത്. പിന്നെ പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് വിചാരിക്കും ഇതെന്തോ ഒരു സംഭവമാണ് എന്ന് വിചാരിക്കും. അയാൾക്ക് പിന്നെ അവിടെ ഭൗതിക വിഷയങ്ങളൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. സന്തോഷിക്കാനായിട്ട് ഭഗവാനായിട്ട് ഉള്ളിൽ അന്തരാത്മാവ് ശബ്ദിക്കാൻ തുടങ്ങും. ആ യോഗി എന്താണ്, ഞാൻ ശരീരമല്ല ആത്മാവാണെന്നുള്ള രൂപത്തിലേക്ക് അവിടെ എത്തും. സമാധി സ്റ്റേജിലേക്ക് എത്തുമ്പോൾ പിന്നെ അയാൾ എന്ത് ചെയ്യണം, ആ തരത്തിലുള്ള യോഗി ഞാൻ ശരീരമല്ല ആത്മാവാണ്, ഞാൻ ഭഗവാന്റെ അംശമാണ്, ഞാൻ ഭഗവാന്റെ ഒരു നിജമായിട്ടുള്ള എന്നിൽ ചില എന്റെ പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലം ഇവിടെയല്ല, ഈ ഭൗതിക ലോകത്തല്ല, അത് ഭഗവാന്റെ ലോകത്തായിരുന്നു. ഞാന് എന്റെ ദുർവാശി നിമിത്താണ് ഞാൻ ഇവിടേക്ക് എടുത്തെറിയപ്പെട്ടത്. അപ്പൊ എന്റെ മൂലസ്വരൂപം അവിടെ ഉണ്ട്, അവിടേക്ക് പോകാനുള്ള തീഷ്ണത ഞാൻ കാണിക്കും എന്നൊക്കെ ആൾക്ക് ഓർമ്മ വരും ഏത് സമാധി സ്റ്റേജിലേക്ക് എത്തുമ്പോ. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ഭഗവാൻ എന്ത് ചെയ്യാണ്, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് അർജുനോട്. നീ ഇങ്ങനെയൊക്കെ ഈ വഴികളുണ്ട്. ഇതിപ്പോ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് എന്താ വെച്ചാല് നമ്മളെ പോലുള്ള ആൾക്കാരെ അത് അനുഷ്ഠിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നമുക്ക് അറിയാലോ, നമ്മള് ദ്വൈതാണ് ഈ ഭൂമിയിൽ കാണുന്നത്. കാരണം ചില ഭൗതിക ലോകത്തിലെല്ലാം ദ്വൈതാണ്. സുഖമുണ്ട്, ദുഃഖമുണ്ട്, തണുപ്പുണ്ട്, ചൂടുണ്ട്, പിന്നെ എങ്ങനെയാണ് സന്തോഷമുണ്ട്. അതേ പ്രകാരം ഭഗവാൻ അത് മനസ്സിലാക്കിക്കൊണ്ടാ ചെയ്തത്. ഭഗവാൻ അറിയാം എന്ത് ചെയ്യണം, ഭക്തിയോഗം മാത്രം ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആൾക്കാരെ അത് മാത്രം ശീലിച്ചു വരില്ല എന്ന്. അവര് വിചാരിക്കും വേറെ ഏതെങ്കിലും വഴി ഉണ്ടോ എന്ന് ചോദിക്കും. നമുക്ക് തന്നെ അറിയാലോ, നമ്മള് എന്താ പറയാ, വേറെ ഇന്ത്യയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ വേറെ കേരളത്തിൽ നിന്ന് തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മള് മംഗലാപുരത്തേക്ക് പോവുകയാണെന്ന് വെച്ചാൽ ട്രെയിനിൽ പോണവരുണ്ട്, അതേപോലെ തന്നെ ഫ്ലൈറ്റിൽ പോണവരുണ്ട്, കാറിൽ പോണവരുണ്ട്. അപ്പൊ ഒരുപാട് വഴികൾ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഭൗതിക ലോകത്തുള്ള ആൾക്കാർ അത് ഇഷ്ടപ്പെടുള്ളൂ. അത് ഭഗവാൻ അറിയാം. അത് കാരണം കൊണ്ട് ഭക്തിയോഗം മാത്രം കൊടുത്തില്ല. ഈ ഭക്തിയോഗത്തിന്റെ കൂടെ എന്ത് ചെയ്തു, കർമ്മയോഗം കൊടുത്തു, ജ്ഞാനയോഗം കൊടുത്തു, അഷ്ടാംഗ യോഗം കൊടുത്തു. എന്നിട്ട് ആള് വഴികളൊക്കെ കൊടുത്തിട്ട് പറയാണ്, ഈ വഴികളൊക്കെ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും കൂടി നീ ഭക്തിയോഗം സിദ്ധിച്ചിട്ട് എന്റെ അടുത്തേക്ക് വന്നു. അപ്പൊ അത് ഈസി ആണെന്നാ പറയണത് ഭക്തിയോഗം. അപ്പൊ ഇത് നമ്മൾ വിചാരിക്കുക എന്താണ് ഇത് ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ കൊടുക്കണേ എന്ന് വിചാരിക്കണ്ട. നമ്മളാരും കൺഫ്യൂഷൻ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഇതേപോലെ ഭഗവാന്റെ സൃഷ്ടി തന്നെ, മനുഷ്യന്റെ സൃഷ്ടി തന്നെ
ഹ്യൂമൻ ബീങ്സിന്റെ സൃഷ്ടി തന്നെ എന്താ വെച്ചാല് അവരുടെ കോൺഷ്യസ് ലെവല് പല പല ലെവലുകളാണ്. അത് ഭഗവാൻ അറിയാം. അപ്പൊ ഒരു ടൂള് മാത്രം കൊടുത്തു കഴിഞ്ഞാല് അവര് സാറ്റിസ്ഫൈഡ് ആവില്ല. ആൾക്കാര് ഒരു ടൂള് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അവര് സാറ്റിസ്ഫൈഡ് ആവില്ല എന്നുള്ളത് ഭഗവാന് തീർച്ചയായിട്ടും അറിയാം. അപ്പൊ ഭഗവാൻ അത് എന്ത് ചെയ്തു, 2-3 ടൂളായിട്ട് കൊടുത്തു. അതാണ് ആ ഒരു ടൂളാണ് ഇവിടെ ഇത് കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, അഷ്ടാംഗയോഗം എന്നുള്ളത് പറയണത്. അതിൽ ഈ അഷ്ടാംഗ യോഗത്തെ കുറിച്ച് ഡീപ്പായിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ ഈ ഭക്തിയോഗത്തിലൂടെ ഈ 6ാമത്തെ അധ്യായത്തിലൂടെ നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പൊ അവിടെ ഇതിനകത്ത് പറയുന്നത് എന്താ വെച്ചാല് നമ്മൾ കോളേജുകളിലോ അതേപോലെ സ്കൂൾ കോമ്പൗണ്ടുകളിലോ അല്ലെങ്കിൽ അമ്പലപ്പറമ്പുകളിലോ അല്ലെങ്കിൽ യോഗാഭ്യാസം ചെയ്യുന്ന പല ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവര് വെറും സമയം പാഴാക്കലാന്ന് പറയണത്. അവരെന്താ വെച്ചാല് അവര് ഭഗവാനെ പരമാത്മ രൂപേണ ധ്യാനിച്ചിട്ടുള്ള കാര്യങ്ങളല്ല അവര് ചെയ്യണത്. അവര് വേറെ എന്തെയോ സമയം പാഴാക്കാൻ വേണ്ടി മാത്രം ചെയ്യണം. കാരണം ശരീരം പുഷ്ടിപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ അവർക്ക് ഉദ്ദേശമുള്ളൂ. ഈ യോഗം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദീർഘകാലം ജീവിക്കാം. ഇപ്പൊ നമുക്കറിയാലോ, നമ്മുടെ ഈ 12 വർഷത്തിൽ ഒരിക്കൽ കൂടുമ്പോൾ കുംഭമേള വരുന്നുണ്ട്. ആ കുംഭമേള നാസിക്കിൽ നടക്കുന്നുണ്ട്, പ്രയാഗരാജിൽ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ 12 വർഷത്തിൽ ഒരിക്കൽ കുംഭമേള നടക്കുമ്പോൾ ഹിമാലയത്തിന്റെ ഉള്ളിലുള്ള സന്യാസിമാരെ അവരുടെ ജഡ നോക്കിയിട്ടാണ് അവരുടെ ആയുസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അവര് യോഗികളാണ്, ഒരു തരത്തിലുള്ള യോഗികളാണ്. ആ യോഗികൾ ആരെയാണ് ധ്യാനിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ നമ്മള് ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാ യോഗകളും ഈ ഭക്തി യോഗം അല്ല, ഈ ധ്യാന യോഗം എന്ന് പറയുന്നത് ഈ ഭഗവത്ഗീതയിലെ ഈ യോഗത്തുനിന്ന് പോയിട്ടുള്ളതാണ്. പിന്നെ അവരെന്ത് ചെയ്യാണ്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ധ്യാനമുറകളൊക്കെ ഡിഫറെന്റ് ആക്കി. ധ്യാനമുറകളും ധ്യാനിക്കുന്നതും ആരാധിക്കുന്നതും മനസ്സിൽ അവരാ ഒരു രൂപത്തെ കൊണ്ടുവരുന്നതും അതൊക്കെ അവരവരുടെ സാങ്കല്പിക അനുസരിച്ച് ഇന്നത്തെ ആൾക്കാർ അത് വാണിജ്യവൽക്കരിക്കപ്പെട്ടപ്പോ അതിനനുസരിച്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ആക്ച്വൽ, അതിന്റെ റിയൽ ആയിട്ടുള്ളത് ഈ ധ്യാനയോഗം, അഷ്ടാംഗയോഗം നമ്മുടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്താണ്. ആ യോഗം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് 8 ചവിട്ടുപടികൾ, സ്റ്റെപ്പുകൾ ഉണ്ട്. എന്നിട്ട് സമാധി സ്റ്റേജിൽ എത്തിയിട്ട് ഭഗവാന്റെ പരമാത്മ രൂപേണയുള്ള ആ രൂപത്തെ ആ യോഗി ദർശിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ എന്ത് ചെയ്യാണ്, ഇന്ദ്രിയങ്ങളുടെ കംപ്ലീറ്റ് അവൻ കഥകടയ്ക്കും. ഇന്ദ്രിയങ്ങളുടെ കഥകടച്ചിട്ട് പുറത്തുനിന്നുള്ള വിഷയങ്ങളൊന്നും അവന് കേൾക്കേണ്ട ആവശ്യമില്ല. മനസ്സിനെ ശരിക്കും വിജനമായ സ്ഥലത്ത് ഇളകാത്ത ദീപം എങ്ങനെയാണ്, കാറ്റ് വന്നു കഴിഞ്ഞാൽ ഇളകില്ല, അതുപോലെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന പോലെ മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തണം. അപ്പോ ഈ വിജനമായ സ്ഥലത്ത് കാറ്റില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ദീപം കത്തിച്ചു വെച്ചാൽ അത് എത്ര നേരം അതിങ്ങനെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കും. അതേ പ്രകാരം എന്ത് ചെയ്യണേ, ഈ യോഗി തന്റെ മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് നിർത്തണം. നമ്മൾക്കത് പറ്റില്ല എന്നറിയാം. ദ്വാപര യുഗത്തിലെ ഇതിലും ചാൻസ് ഉണ്ടായിരുന്ന അർജുനൻ എന്നിട്ട് അത് നിഷേധിച്ചു. എന്നിട്ടാണ് നമ്മളോട് കലിയുഗത്തിൽ അത് പറയണത്. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യണേ, നമ്മളത് അറിഞ്ഞിരിക്കുക എന്നാണ് പറയുന്നത്. നമുക്കറിയാം വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ആക്സിഡന്റ് ഉണ്ടാവും എന്നുള്ളത്. അതിന്റെ എന്താ പറയാ, വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കുറെ നിയമങ്ങളുണ്ട്, ട്രാഫിക് നിയമങ്ങൾ. അത് നമ്മൾ അറിഞ്ഞിട്ടാണ് ചെയ്യണത്. അതുപോലെ നമ്മൾ ഈ ഭക്തിയോഗം മെയിനായിട്ട് നമ്മൾ പിടിക്കണം. മെയിനായിട്ട് നമ്മൾ ഭക്തിയോഗം പിടിക്കുമ്പോൾ അതിന്റെ സബ്ബാണ് ഈ കർമ്മയോഗം വരുന്നതും ജ്ഞാനയോഗം വരുന്നതും അഷ്ടാംഗ യോഗം വരും. അതിനെക്കുറിച്ച് മനസ്സിലാക്കുക മാത്രമേ നമ്മൾ വേണ്ടൂ. അതാണ് ഭഗവാൻ ഇതിലൂടെ പറയണത്. പക്ഷേ ചില ആൾക്കാര് അഡ്വഞ്ചറസ് ആയിട്ട്, സാഹസികമായിട്ട് അവരെന്ത് ചെയ്യും, അത് എടുത്താൽ എന്താ, അതങ്ങനെ ചെയ്താൽ എന്താ, ഇത് ഭക്തിയോഗം മാത്രമേ ഉള്ളൂ, ഭഗവാനിലേക്ക് എത്താൻ വേറെ വഴികളില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ അതിനു വേണ്ടി ഭഗവാൻ എന്ത് ചെയ്തു, ഇവിടെ ദ്വൈതാണ് ഒക്കെ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സുഖമുണ്ട്, ദുഃഖമുണ്ട്, തണുപ്പുണ്ട്. അപ്പൊ രണ്ടിച്ചുള്ളത് കുറച്ച് ഒന്ന് മാത്രം അവർക്ക് കൊടുത്താൽ ശരിയാവില്ല. അത് കാരണം കൊണ്ട് 2-3 വഴികൾ കൊടുത്തു. അപ്പൊ അതിന് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് കൊടുത്താണ് ഇത് ഈ ധ്യാനമുറകളൊക്കെ. എന്നിട്ട് അവരാണ് അത് അഡ്വഞ്ചറസ് ആയിട്ട് അവർ ചെയ്തിട്ട് ഭഗവാന്റെ ലോകത്തേക്ക് വരാനായിട്ട് നോക്കുന്നത്. അപ്പൊ ഭഗവാൻ ഇവിടെ പറയണത് എന്താ വെച്ചാല്, യോഗാരൂഢനായിട്ടുള്ള ഒരു ഗൃഹസ്ഥനായിട്ടുള്ള ഒരാളാണെങ്കിലും കൂടി അവൻ ഗൃഹസ്ഥ ജീവിതം നയിക്കുന്നുണ്ട് വെച്ചാൽ അവന് പോലും സാധിക്കുന്ന പറഞ്ഞത്, അവൻ യോഗാരൂഢ തലത്തിലെത്തിയാൽ മതി എന്ന്. യോഗാരൂഢ തലത്തിലെത്തി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം, ആദ്യം അവൻ യോഗാരൂഢ തലത്തിലെ ഒരു ഗൃഹസ്ഥാശ്രമി, വീട് എന്താ പറയാ, ഭാര്യയും കുട്ടികളെയും നോക്കുന്ന ഒരു ഗൃഹസ്ഥാശ്രമിക്ക് യോഗാരൂഢന്റെ ആ തലത്തിലേക്ക് വരെ ഉയരാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത്. അപ്പൊ ആ യോഗാരൂഢന്റെ സ്ഥലത്തിലേക്ക് ഉയരാൻ സാധിക്കുന്ന ഈ ഗൃഹസ്ഥനെ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാല്, അവന് എല്ലാവരോടും മിതത്വം പാലിക്കണം എന്ന് പറയുന്നത്. ശത്രുക്കളെ കാണാനായിട്ട് പാടില്ല എന്ന്. എല്ലാ ആൾക്കാരും മിതത്വം പാലിച്ചുകൊണ്ട് അവൻ വരണം. സുഹൃത്തുക്കളായും പുറത്തുള്ള ആൾക്കാരേനെയും അതേപോലെ തന്നെ
താൻ ദർശിക്കുന്ന എല്ലാവരെയും സമഭാവനയോട് കൂടിയിട്ട് കാണണം. പിന്നെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ആരെയും ശത്രുക്കളായിട്ട് കാണാൻ പാടില്ല. പിന്നെ ആഹാരം കഴിക്കുന്നതില്, ഉറങ്ങുന്നതില്, വസ്ത്രധാരണയില്, അതിലൊക്കെ മിതത്വം പാലിക്കണം. എല്ലാം ഒരു കൺട്രോൾഡ് ആയിട്ട് ജീവിക്കണം. ഈ ഗൃഹസ്ഥാശ്രമിക്ക് യോഗി തലത്തിലേക്ക് വരാനായിട്ട് സാധിക്കും. ആ സാധിക്കുന്ന അത്രയ്ക്കും നിഷ്ഠയുണ്ടെങ്കിൽ, അത്രയ്ക്കും അഡ്വഞ്ചറസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയ്ക്കും സാഹസിക ഏറ്റെടുക്കാൻ ഉദ്ദേശമുള്ള ഒരു ഗൃഹസ്ഥാശ്രമിക്ക് എന്തൊക്കെ ചെയ്യണം അതുകൂടി ഭഗവാൻ പറഞ്ഞു കൊടുക്കണം. അവന് യോഗാരൂഢ തലത്തിലേക്ക് എത്തണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവന്റെ തൊട്ടടുത്ത വീട്ടുകാരോട്, സുഹൃത്തുക്കളോട്, ബന്ധുജനങ്ങളോട്, അതവരോടൊക്കെ മിതത്വം പാലിച്ച് സംസാരിക്കണം. പിന്നെയോ അതേ പ്രകാരം ഇന്ദ്രിയ വിഷയങ്ങളെ കുറച്ച് കൊണ്ടുവരുന്നു. കാണുന്നത്, കേൾക്കുന്നത്, ചെയ്യുന്നത്, ആ പ്രവൃത്തികളിലൊക്കെ ഒരു കൺട്രോൾഡ് ഉണ്ടാവണം ആ ആൾക്ക്. പിന്നെയോ കഴിക്കുന്ന ആഹാരം ഭഗവാന് വേണ്ടി നിവേദിച്ചതാവണം. പിന്നെ അതേ പ്രകാരം തന്നെ വെജിറ്റേറിയൻ ആയിരിക്കണം. ഈ നോൺ ആയിട്ടുള്ള സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ അതേ പ്രകാരം തന്നെ ഉറക്കം മിതത്വം പാലിക്കണം. ജോലി ചെയ്യണതിൽ കൺട്രോൾഡ് ഉണ്ടാവണം. ഇങ്ങനെ ചെയ്തു വരുന്ന ഒരു ഗൃഹസ്ഥാശ്രമിക്ക് യോഗാരൂഢന്റെ സമാധി സ്റ്റേജ് വരെ എത്താനായിട്ട് സാധിക്കും എന്നാ പറയണത്. അത് റിസ്ക് ആണെന്ന് അർജുനോട് പറയുന്നുണ്ട്. അർജുൻ എന്നിട്ട് ഈ ശ്ലോകത്തിന്റെ തൊട്ടപ്പുറത്തെ ശ്ലോകത്തിൽ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോണുണ്ട്. അപ്പൊ പറഞ്ഞല്ലോ, ഭഗവാൻ തന്നെ പറയുന്നുണ്ടല്ലോ, ആൾക്കാര് പല തരത്തിലാണ്, അവരുടെ കോൺഷ്യസ് ലെവല് പല തരത്തിലാണ്. അപ്പൊ ആൾക്കാരുടെ ആ ഒരു സ്റ്റൈലിനനുസരിച്ച് ഭഗവാൻ തന്നെ ഇത് ക്രിയേറ്റ് ചെയ്താണ്. ഇഷ്ടമുള്ളവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് അത് വേണ്ടെന്ന് വെക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? അതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഈ ചാപ്റ്ററിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങൾ ഇതിനകത്ത് അർജുനന് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ഇന്ദ്രിയങ്ങള് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കണം. മനസ്സിനെ ഏകാഗ്രമാക്കി തീർക്കണം. വിഷയങ്ങളിൽ നിന്ന് മൊത്തം ഇന്ദ്രിയങ്ങളെ വലിച്ച് തന്റെ കൺട്രോളിൽ നിർത്തണം. എന്നിട്ട് മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തണം. എന്നിട്ട് അതിനുശേഷമാണ് ആന്തരികമായിട്ടുള്ള നമ്മുടെ പ്രവർത്തനം നോക്കേണ്ടത്. ആ ഇരിപ്പിടങ്ങള് ശരിയാക്കണമെന്ന്. പല തരത്തിലെ ആസനം എന്ന് പറയുമ്പോൾ പല തരത്തിലെ ഇരിപ്പിടങ്ങൾ വരുന്നുണ്ട്. ആ ഇരിപ്പിടങ്ങള് പല തരത്തിൽ നമ്മൾ ഇരുന്നിട്ട് നോക്കണം. പലതരത്തിൽ ഇരുന്നിട്ട് നോക്കണം വെച്ചാൽ ഇത് 1 മണിക്കൂർ 2 മണിക്കൂർ ഇരിക്കേണ്ട കേസല്ല ഇവിടെ പറയുന്നത്. അപ്പൊ കുറേ ആസനമുറകൾ ഇതിനകത്തുണ്ട്. അതാണ് ആസന എന്നുള്ളത് ഈ അഷ്ടാംഗയോഗത്തിലെ ഒരു വലിയൊരു ഡിവിഷനാണ്. അപ്പൊ പല രീതിയിൽ അവര് ഇരുന്നിട്ട് അവരുടെ ബോഡി ശരിയാക്കി എടുക്കണം. അപ്പൊ ആ ഗൃഹസ്ഥാശ്രമിക്ക് ഇതേപോലെ ആവണം എന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ഇതേ പ്രകാരം തന്നെ ഇന്ദ്രിയ വിഷയങ്ങളിലും ഇതിലൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇതിലൊക്കെ കൺട്രോൾഡ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് ആസനമുറകൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഇരിക്കേണ്ട ലെവല്. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യണം? അവന്റെ പ്രാണായാമം നിയന്ത്രിക്കണം, ആ ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കണം. അതിനുശേഷം തൻ്റെ ഉള്ളിലേക്ക് തന്നെ നോക്കണം. തൻ്റെ മനസ്സിൽ വല്ലതും ചിന്തകൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അത് വരുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയണം. എന്നിട്ട് നല്ല ഫ്രഷ് മൈൻഡ് ആയോട് കൂടിയിട്ട് വേണം ഇരിക്കാൻ. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടാണെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടാണ്. പക്ഷെ ചെയ്യണ ആൾക്കാരുണ്ട്. ഇന്ന് നമുക്കറിയാം യോഗ ക്ലാസ്സുകളുണ്ട്. പിന്നെയോ അതേപോലെ തന്നെ യോഗ ക്ലാസ്സുകൾ യൂണിവേഴ്സിറ്റികളിൽ യോഗ പഠിപ്പിക്കുന്നുണ്ട്. യോഗ ടീച്ചർ ആവാം. അവരൊക്കെ ചെയ്യണത് പരമാത്മ രൂപേണയുള്ള ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടുള്ള മെത്തേഡല്ല അവർ ചെയ്യുന്നത്. അവര് അവരുടെ ശരീരം പുഷ്ടിപ്പെടുത്തുക, അവർക്ക് അമരത്വം കിട്ടുക. അമരത്വം എന്ന് വെച്ചാൽ മരണം വരാൻ പാടില്ല. മാക്സിമം അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം. മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ 100 വരെ ആയുസുണ്ട്. ഇന്ന് 70 വയസ്സിൽ ആൾക്കാര് എന്ത് ചെയ്യണം? മരിച്ചു പോവാണ് ചെയ്യുന്നത്. അത് പാടില്ല. അവർക്ക് 100ന്റെ അടുത്ത് കിട്ടണം. അതിനു വേണ്ടിയിട്ട് അവർ യോഗ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. അത് കറക്റ്റാണ്. അവർക്ക് എന്ത് ചെയ്യണം? അങ്ങനത്തെ ആൾക്കാർക്ക് മിതമായിട്ട് ഭക്ഷണം കഴിച്ച് മിതമായ രീതിയിൽ യോഗ ചെയ്യുന്ന ആൾക്കാർക്ക് ആയുസ് കുറച്ച് കൂടുതലാണ്. ഇപ്പൊ അടുത്ത് 2025 ഒരു തെലങ്കാനയിലുള്ള ഒരാള് 129 വയസ്സ് വരെ അയാള് ജീവിച്ചതാണ്. പുള്ളിയുടെ പേര് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പൊ ഓർമ്മയില്ല. ആള് ദിവസത്തില് 1 ടൈം മാത്രമാണ് ആഹാരം കഴിച്ചിരുന്നുള്ളൂ. പിന്നെ ചില സമയങ്ങളിൽ ആള് എന്ത് ചെയ്യണം? ഒരു തുളസിയിലേക്കാണ് കഴിക്കുക. പിന്നെ കുറച്ച് എന്താ പറയാ, വേറെ എന്തൊക്കെയോ പ്രത്യേക തരമായിട്ടുള്ള ഫുഡുകളാണ് അവര് കഴിച്ചിരുന്നത്. അതേപോലെ തന്നെ ഈ കുംഭമേളയിൽ ഇരിക്കുന്ന അവിടെയുള്ള സന്യാസി വര്യന്മാരുണ്ട്. അവരൊക്കെ അവരുടെ ജഡ നോക്കിയിട്ടാണ്, മുടിയുടെ ആ ഒരു ജഡ പിടിച്ച മുടിയാണ്, അത് നോക്കിയിട്ട് പല ആൾക്കാരും ഇവരുടെ പ്രായം പറയണത്. അവര് ഒരു തരം യോഗ സ്റ്റൈലിലാണ് ഇരിക്കണത്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല അവർ ആരെയാണ് ധ്യാനിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ
പല പല യോഗ ആൾക്കാരുണ്ട്, അവരെ ധ്യാന മുറകളൊക്കെ ഡിഫറെന്റ് ആണ്. അവരെ മെഡിറ്റേറ്റ് ചെയ്തിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരുന്ന രൂപങ്ങളും ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കൺമുന്നിൽ വരുന്ന യോഗ ക്ലാസ്സുകളും യോഗ കോഴ്സുകളും അതേപോലെ തന്നെ യോഗ ടീച്ചർമാരായിട്ട് വരുന്നതും നമ്മുടെ ശരീരത്തിലെ അസുഖങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ യോഗയ്ക്ക് വരുന്നവരുണ്ട്. അപ്പൊ അവരുടെ മെയിൻ ടാർഗറ്റ് എന്താണെന്ന് നമ്മൾ ആദ്യം നോക്കണം. അവർ ഭഗവത്ഗീതയില് പറഞ്ഞിട്ടുള്ള 6ാമത്തെ അധ്യായത്തിലെ അഷ്ടാംഗയോഗം പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണോ, പരമാത്മ രൂപേണ ശരിക്കും പ്രാക്ടീസ് ചെയ്യാൻ വരുന്നവരാണോ, ശരീരത്തിന് കൂടുതൽ ദീർഘായുസിന് വേണ്ടി വരുന്നവരാണോ, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഭഗവാൻ ഇവിടെ പറയണത് എന്താ വെച്ചാല്, നീ ഇതെല്ലാതും മനസ്സിലാക്കിയിട്ട് ഇതേ പ്രകാരം പുറത്തെ ആൾക്കാർ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അവരെ എന്ത് ചെയ്യാണ്, അത് ചെയ്തിട്ട് അവര് സക്സസ് ആവില്ല, അവരത് സ്ഥാനഭ്രഷ്ടരാവും, അവരവരുടെ സ്വന്തം ആ നിലയിൽ നിന്ന് അവർ താഴേക്ക് പതിക്കാൻ അവർക്ക് ചാൻസ് കൂടുതലാന്ന് പറയുന്നത്. താഴേക്ക് പതിച്ചു കഴിഞ്ഞാൽ ചാൻസ് കൂടുതലും, പിന്നെ അവർക്ക് നെക്സ്റ്റ് ജന്മം ജനിക്കുമ്പോൾ അതുകൊണ്ട് വിഷമിക്കില്ല എന്നാ പറയണത്. അവരെവിടെയാണ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചത്, ആ സ്റ്റോപ്പ് ചെയ്തോടത്തുനിന്ന് വീണ്ടും അവർക്ക് തുടങ്ങാം. ഇപ്പൊ അവര് സമാധി സ്റ്റേജ് എത്തുന്നതിന് മുമ്പേ തന്നെ 8 ലെവലുണ്ട്, അതിൽ 6 ലെവൽ വരെ അവര് പൂർത്തിയാക്കി. പിന്നീട് അവർക്ക് അത് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ശരീരം നശിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് ലെവലിൽ അവര് അടുത്ത ജന്മം കിട്ടുമ്പോൾ അവർക്ക് ആ ജന്മത്തിന് എവിടെ നിന്നാണ് തുടങ്ങി വെച്ച് അവിടെ നിന്ന് വീണ്ടും അവർക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഭഗവാൻ തന്നെ കൊടുക്കും. അവരെ എന്ത് ചെയ്യാം, യോഗ പ്രാക്ടീസ് ചെയ്യണ യോഗയുടെ അതേ പ്രകാരം അവർക്ക് യോഗ ക്ലാസ് ചെയ്യണ അല്ലെങ്കിൽ ഒരു ആത്മീയത കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കുടുംബത്തിൽ ഭഗവാൻ അവരെ ജനിപ്പിക്കും എന്ന് പറഞ്ഞു. അത് ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഭൗതിക ലോകത്ത് കാണുന്ന യോഗകൾ കംപ്ലീറ്റ് യോഗ ക്ലാസ്സുകൾ, യോഗ ടീച്ചറുകൾ, പിന്നെ ശ്രീ രവിശങ്കറിന്റെ യോഗയൊക്കെ ഉണ്ട്. അവരോട് ചോദിച്ചു നോക്കും, എനിക്കറിയില്ല, ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷെ അവര് പരമാത്മാവിന് നല്ല മെഡിറ്റേറ്റ് ചെയ്യുന്ന, നമ്മുടെ വിഷ്ണു അല്ലെങ്കിൽ ഇതിന് നല്ല അവർ മെഡിറ്റേറ്റ് ചെയ്യുന്ന 2-3 ആൾക്കാരായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവര് ലോങ് ലൈഫ് കിട്ടണം, ശരീരത്തില് അസുഖങ്ങൾ വരാൻ പാടില്ല, ആ ഒരു സെൻട്രൽ പോയിന്റ് ഇട്ടിട്ടാണ് അവര് ഇതാണ്. പക്ഷെ അവർക്കുള്ള മെയിൻ കുറച്ച് പേർക്കൊക്കെ അറിയാം ഇത് ഭഗവത്ഗീതയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ യോഗ എന്ന പദ്ധതി എന്നുള്ളത്. ഇതിൽ സെൻട്രലൈസ്ഡ് പോയിന്റ് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്, അല്ലെ പരമാത്മ രൂപേണ. അത് വളരെ കുറച്ച് പേർക്ക് അറിയുള്ളൂ. പക്ഷെ ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഓൾ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ഓൾ വേൾഡിൽ തന്നെ അറിയപ്പെടുന്നതാണ് ആ ഒരു യോഗ പദ്ധതി. അത് ആൾക്കാരെന്ത് ചെയ്യാണ്, ആൾക്കാർ അവരുടെ ശരീര സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയിട്ട്, എന്നും അവർക്ക് നിത്യയൗവനം കിട്ടാൻ വേണ്ടിയിട്ട് അവർ യോഗ ക്ലാസ് ചെയ്യണതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലക്ഷറായിട്ടുള്ള ലൈഫായിരിക്കും, നല്ലൊരു ജോബായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, നല്ലൊരു സാലറി അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക, നല്ല കാറുകൾ ഉണ്ടായിരിക്കും. ആ നിത്യ യൗവനം അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. തന്റെ യൗവനം ഒരിക്കലും പാഴാവരുത്, തന്റെ യൗവനം ആരുടെ മുമ്പിലും അടിയറ വയ്ക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരെ ചിലപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം, അതല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ പ്രൈവറ്റിൽ തന്നെ വലിയ ഫാമിലി, അല്ലെങ്കിൽ എന്ത് ചെയ്യാം കോമൺവെൽത്ത് കൺട്രീസിൽ ജീവിച്ചവരായിരിക്കാം. അപ്പൊ അവർക്ക് റിട്ടയർഡ് ലൈഫ് എന്ത് ചെയ്യാണ്, കൂടുതൽ ടൈം അവർക്ക് വലിയതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഒന്നും ഉണ്ടാവില്ല, മക്കളൊക്കെ എൻഗേജ്ഡ് ആയി ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആൾക്കാര് അവരെന്ത് ചെയ്യും, കൂടുതൽ സമയം യോഗ ക്ലാസ്സുകളൊക്കെ ചെയ്യും. അവർക്ക് മെഡിറ്റേഷനിലെ അവര് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ള കണ്ണുകൾ അടച്ച് യോഗാസനത്തിന്റെ ആ ചമ്രം പടിഞ്ഞിരുന്ന് കൈകളൊക്കെ നീട്ടി അവരോട് ചോദിച്ചു നോക്കി, നിങ്ങൾ ആരെയാണ് ധ്യാനിക്കുന്നത്, നിങ്ങൾ ആരെയാണ് മനസ്സിൽ കാണുന്നത്, നിങ്ങളെ ഒരു രൂപത്തെ. അപ്പൊ അവര് പറയും പരമാത്മ രൂപത്തെ എന്ന് പറയുന്നവര് വളരെ ചുരുക്കമാണ്. അപ്പൊ അവര് ഇത് സീരിയസ് ആയിട്ട് നമ്മുടെ ഈ ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള ഭഗവാനെ കണ്ടെത്താനുള്ള ഒരു വഴി എന്നുള്ള രീതിയിലല്ല അവര് ചെയ്യുന്നത്. അവര് ചെയ്യുന്നത് തന്റെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുക, ശരീരത്തിന് കൂടുതൽ അസുഖങ്ങൾ വരാതിരിക്കണം, പിന്നെ കൂടുതൽ കാലം ഈ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ള ഒരു പ്രാക്ടീസോട് കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഭൗതിക ലോകത്തിൽ കാണുന്ന എല്ലാ യോഗ പദ്ധതിയും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതേപോലെ തന്നെ ബ്രഹ്മകുമാരീസിന്റെ അത് ഞാൻ ഒരു മാസത്തോളം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഒരു 6-7 വർഷം മുമ്പേ തന്നെ. അപ്പൊ ഞാൻ അന്നൊന്നും എനിക്കിതറിയില്ല. പക്ഷെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞത് എന്താ വെച്ചാല്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തൃശ്ശൂർപൂരത്തിന്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോ തൃശ്ശൂർപൂരം സ്റ്റാളില് മെയിൻ ആയിട്ട് അവരുടെ വലിയൊരു സ്റ്റാൾ എപ്പോഴും ഉണ്ടാവും. തൃശ്ശൂർപൂരത്തിന്റെ എക്സിബിഷൻ സ്റ്റാളില് ഈ ബ്രഹ്മകുമാരീസിന്റെ യോഗ പദ്ധതി അവര് പറയും. അപ്പൊ അവര് ചമറിന്റെ മുകളിലൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പേപ്പറിൽ നാട്ടിൽ പോയപ്പോ ഞാൻ ഈ സ്റ്റാള് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് അവരായിട്ട് കുറെ സംസാരിച്ചു. അവര് വെള്ളയും വെള്ളി മാത്രം ഇടുക,
അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത് ആരെയാണ്? നമ്മൾ കണ്ണുകളൊക്കെ അടച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുന്നത്, എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഒരു തരം പ്രകാശത്തെ നമുക്ക് കാണാന്നാ പറഞ്ഞത്, ഒരു തരം പ്രകാശം. അപ്പൊ ഞാൻ ചോദിച്ചു, ആ പ്രകാശം എന്താണ്? അപ്പൊ പറഞ്ഞ, ആ പ്രകാശമാണ് ദൈവം എന്നാ പറഞ്ഞത്. അതിനെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യും. ഇത്രയാണ് അവർ പറയുന്നത്, ബ്രഹ്മകുമാരിസ്. അപ്പൊ അതെന്താ, അതിന് താഴെ എന്താന്ന് ചോദിച്ചു. അതിന് താഴെ ത്രിമൂർത്തികൾ എന്ന് പറയുന്നുണ്ട് അവര്. അതിന് താഴെയാണ് ത്രിമൂർത്തികൾ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ. അപ്പോ അത് അതിന് കഴിഞ്ഞതിന് ശേഷം ഒരു വെളിച്ചാണ് വരുന്നത്. ഈ വെളിച്ചാണ് സകല ആൾക്കാർക്കും ജീവാത്മാവായിട്ട് വരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ഈ ആസറ്റീസ്, ഭഗവത്ഗീത ആസറ്റീസ് സ്പോണിലുള്ളതാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് പല ആൾക്കാർ ഇന്റർപ്രിറ്റേറ്റ് ചെയ്യും, നമ്മളെ പല രീതിയിൽ മിസ്ഇന്റർപ്രിറ്റേറ്റ് ചെയ്യും. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾക്ക് അറിയാത്ത രീതിയിൽ അവരെന്ത് ചെയ്യണം, ദുർവ്യാഖ്യാനങ്ങൾ നടത്തിയിട്ട് നമ്മളെ പെട്ടെന്ന് പിടിച്ചെടുക്കാനായിട്ട് അവർ നോക്കും. അപ്പൊ നമ്മൾ അതെന്ത് ചെയ്യണം, ഇതൊക്കെ നമ്മള് അവരെ എന്തുകൊണ്ടാണ് നമ്മളെ പറഞ്ഞ് നമ്മളിലേക്ക് അടുക്കാനായിട്ട് വരുന്നത് എന്നുള്ള അവരുടെ വെപ്പൺ, ആ ആയുധം നമ്മൾ മനസ്സിലാക്കണം. തിരിച്ചറിയാനുള്ള ഒരു ശക്തി നമ്മൾക്ക് ഉണ്ടാവണം. ഇതാണ് ഇതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. കാരണം ചില പല ടാക്കിൾസ് ഉണ്ട് ഇതിന്റെ പിന്നിൽ, പല ദുരുദ്ദേശങ്ങളും ഉണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കംപ്ലീറ്റ് ഇതൊക്കെ എന്ത് ചെയ്യണം, ഒരു മണി മൈൻഡഡ് ആണ്. അവർക്ക് മണി ഉണ്ടാക്കുക, പൈസ, ഏണിങ് മണി എന്നുള്ള രീതിയിലാണ് അവർ ചെയ്യുന്നത്. അപ്പൊ യോഗ പദ്ധതിക്കൊക്കെ നമ്മൾ പോകുമ്പോൾ, യോഗ ക്ലാസ്സിലൊക്കെ നമ്മൾ പോകുമ്പോൾ, ഇവിടെയുണ്ട് യോഗ ക്ലാസ്സുകൾ ഒരുപാടുണ്ട്. 2 ആഴ്ചത്തേ ഉള്ളൂ. നമുക്ക് എല്ലാ തരം അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന അവർ പറയണത്. ഒരു തരത്തിലുള്ള ഫീലിംഗ് ഉണ്ടാവില്ല, എൻലൈറ്റൻമെന്റ് ആവുന്നു നമ്മൾക്ക് ഒരു തരം എന്താ പറയാ, നമ്മൾ ഈ ലോകത്തിലല്ല ജീവിക്കുക, എല്ലാവരോടും നമ്മൾ സമഭാവനയോടുകൂടി പെരുമാറി, ഇങ്ങനെയൊക്കെയാണ് അവർ പറയണത്. പക്ഷേ നമ്മൾക്ക് ഡൊണേഷൻ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഫീസ് കൊടുക്കേണ്ടത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. പക്ഷെ അത്രയും പൈസ ഉള്ള ആൾക്കാർ അവർ കൊടുക്കും ചെയ്യും. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, നമ്മുടെ ശരീരത്തിൽ യാതൊന്നും സംഭവിക്കില്ല. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ ജപിച്ചു കഴിഞ്ഞാല് നമുക്ക് അത്രയും ഗുണമാണ്. വെറുതെ ആവശ്യമില്ലാത്തടത്ത് പോയി തലവെച്ചു കൊടുത്ത് നമ്മൾ പൈസയും കൊടുത്ത് യോഗ ക്ലാസ് എന്ന് പറഞ്ഞ് അതിൽ ചേർന്ന് 2 ആഴ്ചത്തെ യോഗ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ശ്വാസം നീട്ടി വലിക്കൂ, ശ്വാസം കീഴ്പെട്ടേക്ക് വലിക്കൂ, കണ്ണുകൾ അടയ്ക്കൂ, നിങ്ങൾ അതാ കാണുന്നുണ്ടോ എന്നൊക്കെ പറയും. അതില് യാതൊരു തരത്തിലുള്ള, പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അവര് പറഞ്ഞ പ്രകാരം തന്നെ നമുക്ക് എന്ത് ചെയ്യുന്ന, ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്, മനസ്സിന് കുറച്ച് പ്രയാസങ്ങളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആൾക്കാരോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് ഒരു സഫോക്കേഷൻ വരിക, അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാ, ആസ്മയുടെ അസുഖങ്ങള്, ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് അത് സോൾവ് ചെയ്യാനായിട്ട് നമുക്കത് ചെയ്യാം. അതിലൊന്നും തടസ്സമില്ല. പക്ഷെ അതൊരു സീരിയസ് ആയിട്ട് നമ്മൾ ഒരു എന്താ പറയാ, ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്തിട്ട് വെറുതെ ആൾക്കാർക്ക് കൊണ്ടുപോയിട്ട് ഇത് നമ്മൾ പഠിക്കാനാന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കണേല് യാതൊരു അർത്ഥമില്ല എന്ന് ഞാൻ പറഞ്ഞത്. നമ്മളിൽ ഉണ്ടാവുന്ന ചെറിയ ദുർവാസനകള്, അതേപോലെ തന്നെ ചെറിയ ഫീലിങ്ങള്, ചെറിയ അസുഖങ്ങള്, അതൊക്കെ മാറാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഇത് പിന്നെ നമുക്കൊരു സ്റ്റഡിനെസ്, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു സ്റ്റഡിനെസ്, ആൾക്കാരെ കാണുമ്പോൾ തിരിച്ചറിയാനും പെട്ടെന്ന് സംസാരിക്കാനും അതുപോലെ വാക്കുകൾ കിട്ടാനും, ആമ ഇന്ദ്രിയങ്ങളെ തന്റെ ഇന്ദ്രിയങ്ങളെ പുറകോട്ട് വലിക്കുന്ന പോലെ നമുക്ക് ആവശ്യമുള്ളിടത്ത് സംസാരിക്കാനും, ആവശ്യമുള്ളിടത്ത് നമുക്ക് എന്താ പറയാ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ പിന്നോട്ട് വലിക്കാനും, അതിനൊക്കെ നമുക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ ഒരു കോഴ്സിന് ചേർന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫീസ് കൊടുത്തിട്ട് അതിലോട് ചേരാം. എന്നിട്ട് നമുക്ക് സമയം ഇതാക്കാം. അതാണ് ഈ ചാപ്റ്ററിൽ ഈ ശ്ലോകത്തിന്റെ അവസാനം പറയുന്നത്. അല്ലാത്ത കോഴ്സുകളൊക്കെ വെറും സമയം പാഴാക്കലാണ് എന്നാ പറയുന്നത്. ഭഗവാൻ തന്നെ അർജുനോട് പറയാണ്, അതില് ക്ലിയർ ആയിട്ട് പറയുന്നത്. കാരണം വെച്ചാൽ ഭഗവാനെ കുറിച്ചല്ല അതിൽ പറയുന്നത്. മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഭഗവാനെ കുറിച്ച് അതില് ആ യോഗി എന്ത് ചെയ്യണം, അവസാന തലത്തിൽ ചെയ്യാൻ ഭഗവാനെ ശരിക്ക് കാണുകയാണ് ചെയ്യുന്നത്. സമാധി സ്റ്റേജിൽ എത്തി കഴിഞ്ഞാൽ പരമാത്മ രൂപേണ ഭഗവാനെ കാണും. ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവര് തമ്മിൽ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പിന്നെ ആ യോഗി ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. യോഗിയുടെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ യോഗി എന്ത് ചെയ്യണം, യോഗി അവിടെ ശരീരം വെടിയാണ് ചെയ്യണത്. ശരീരം വെടിഞ്ഞിട്ട് ഭഗവാന്റെ വൈകുണ്ഠ ലോകത്തിലേക്ക്, താൽക്കാലിക വൈകുണ്ഠ ലോകത്തിലേക്ക് യോഗി പോവുകയാണ് ചെയ്യണത്. അതിനുശേഷമാണ് പിന്നീട് എന്താണ് നെക്സ്റ്റ് മന്വന്തരം വരുമ്പോഴാണ്, ഓരോ മന്വന്തരത്തിലാണ് ദേവർഷികള്, അതേപോലെ സപ്തർഷികള്, അതേപോലെ തന്നെ എന്താ പറയാ, ഈ അപ്സരസ്, ഗന്ധർവന്മാര്, ഇവരൊക്കെ മാറി വരുന്നത് ഓരോ മന്വന്തരത്തിൽ. ഈ ദേവേന്ദ്രന്മാര് ഇവരൊക്കെ മാറി വരുന്നത് ഓരോ മന്വന്തരത്തില്. ആ മന്വന്തരത്തിൽ മാറി വരുമ്പോ ഈ താൽക്കാലിക വൈകുണ്ഠ ലോകത്തിൽ നിന്ന് ഈ യോഗി എവിടേക്ക് പോകും, മഹർലോകത്തേക്ക് പോകും.
മഹർലോകത്ത് എത്തിയിട്ടാണ് അതിന് മനസ്സിലാവുന്നത് ഞാൻ വന്ന വഴി ശരിയായില്ല. എന്നാലും ഭഗവാൻ പറയുന്നുണ്ട്, ഇതിൽ തന്നെ പറയുന്നുണ്ട്, കർമ്മയോഗം ചെയ്തിട്ട് നീ എൻ്റെ അടുത്ത് വരികയാണെങ്കിലും, പിന്നെ ജ്ഞാനയോഗം ചെയ്ത് നീ എൻ്റെ അടുത്ത് വരികയാണെങ്കിലും, അതേപോലെ തന്നെ അവരെക്കാളൊക്കെ ശ്രേഷ്ഠനാണ് കേട്ടോ നീ ഭക്തിയോഗം ചെയ്തിട്ടുള്ള ഒരു യോഗി. കാരണം യോഗിയുടെ സമാധി സ്റ്റേജിൽ അവര് ഭൗതിക ആഗ്രഹങ്ങളൊന്നുമില്ല, വെറും പ്ലെയിൻ പേപ്പർ പോലെയാണ് അവരുടെ മൈൻഡ്. നേരെ മറിച്ച് കർമ്മയോഗം ചെയ്തിട്ടുള്ള ആൾക്കാർക്കും ജ്ഞാനയോഗം ചെയ്ത ആൾക്കാർക്കൊക്കെ മൈൻഡില് വീണ്ടും ഭൗതിക വിഷയങ്ങൾ വീണ്ടും ഉണ്ട്, അത് കംപ്ലീറ്റ് എരിഞ്ഞടങ്ങിയിട്ടില്ലാന്ന്. അപ്പോഴും അവിടെ അത് അലയടിച്ചുകൊണ്ടിരിക്കുന്ന പറയണത്. അപ്പൊ ഭഗവാൻ പറയാണ് അർജുനോട്, ഇവര് ഇത്ര റിസ്ക് പിടിച്ചിട്ടാണ് വരണത്, ഒരുപാട് ഇവരുടെ കടന്നു വരുന്ന വഴി ഒരുപാട് ദുർഘടം പിടിച്ചിട്ടാണ്, എന്നിട്ട് അവർ അവസാന ടാർഗറ്റ് എത്തണവർ വളരെ കുറവുള്ളൂ. പക്ഷെ അവരെത്തിയിട്ട് അവര് സമാധി സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ അവര് പിന്നെ എന്നെ മാത്രം തന്നെയാ കാണുന്നത്, വേറെ ഒന്നുമില്ല. പിന്നെ അവരുടെ മനസ്സ് പ്ലെയിൻ പേപ്പർ പോലെ ക്ലീൻ ആണ്. അതുകൊണ്ട് എനിക്ക് കർമ്മയോഗം ചെയ്യണേക്കാളും ജ്ഞാനയോഗിയേക്കാളും ഉത്തമരെ ഇവര് തന്നെയാണ് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ തന്റെ താൽക്കാലിക വൈകുണ്ഠ ലോകത്തേക്ക് അവരെ ശേഷം അവർ ശരീരം വെടിഞ്ഞ് അവരെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവിടെ നിന്നാണ് നെക്സ്റ്റ് മന്വന്തരത്തില് മഹർലോകത്തേക്ക് എത്തുന്നത്. പിന്നെ മഹർലോകത്തുനിന്ന് ജനലോകത്തുനിന്ന് തപോലോകത്തേക്ക്, ഓരോ ലോകത്തിലേക്ക് ഓരോ മന്വന്തരം എത്തുമ്പോൾ കടന്നിട്ട് വീണ്ടും അവരെന്ത് ചെയ്യണം, സത്യലോകത്തേക്ക് എത്തും, ബ്രഹ്മാവിന്റെ ലോകത്തേക്ക് എത്തും. എന്നിട്ട് ബ്രഹ്മാവിന് 100 വർഷം കഴിയുമ്പോൾ ബ്രഹ്മാവിന്റെ ആയുസ് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ബ്രഹ്മാണ്ടത്തിൽ ഏറ്റവും വലിയ ആൾ ആരാണ്? ഈ ജീവസത്തുക്കളുടെ ബ്രഹ്മാണ്ടത്തിൽ ഏറ്റവും വലിയ ആളാണ് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിന് 100 വർഷം വരെയാണ് ആയുസ്. ബ്രഹ്മാവിന്റെ ആയുസ് ഉണ്ട് കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ബ്രഹ്മലോകത്ത് വെച്ച് ബ്രഹ്മാവിനോട് കൂടിയിട്ട് ഈ യോഗി ഭക്തിയോഗം അഭ്യസിക്കും, അതിനുള്ള അവസരം അവിടെ കിട്ടും. അതുവരെ അതിനെ മനസ്സിലായി ഞാൻ വന്ന വഴി ശരിയല്ല എന്ന്. പക്ഷെ ഭഗവാന്റെ ഒരു ബ്ലെസ്സിങ്സും ഉണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ആൾ എന്ത് ചെയ്യാണ്, പ്രാകൃത പ്രളയം സംഭവിച്ച് ബ്രഹ്മാവിനോട് കൂടി കാരണോദശയായ വിഷ്ണുവിന്റെ അണ്ടകടാഹത്തിലേക്ക് ഈ യോഗി പോകും. ആ യോഗി പോയതിനു ശേഷം പിന്നെ അടുത്ത നെക്സ്റ്റ് സൃഷ്ടി വരുന്ന പുതിയ ക്രിയേഷൻ വരുമ്പോ ആരാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ബ്രഹ്മാവ്, ആ ബ്രഹ്മാവിനെ അവിടെ പ്രതിഷ്ഠിക്കും. ഈ പഴയ ബ്രഹ്മാവും യോഗിയും കൂടി എന്ത് ചെയ്യും, ഭഗവാന്റെ സ്പിരിച്വൽ വേൾഡിലേക്ക് കാരണോദശയായ വിഷ്ണുവിന്റെ ഉദരത്തിൽ നിന്ന് ദുർഗ വഴി എവിടേക്ക് പോകും, യോഗമായ വഴി എവിടേക്ക് പോകും, അവിടെ വിരജാ നദിയിലേക്ക് കടക്കും. വിരജാ നദിയില് മുങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫോൾസ് ഈഗോ, മൈൻഡ്, ഇന്റലിജന്റ്, ഫോൾസ് ഈഗോ എല്ലാം യോഗിയുടെ പോയിട്ടുണ്ടാവും. വെറും അത് ഏതാണ്, വിശുദ്ധ സത്വഗുണത്തിലുള്ള ഒരു ജീവാത്മാവായി മാറും. അത് ആ വിശുദ്ധ സത്വഗുണത്തിലുള്ള ജീവാത്മാവ് ആ വിരജാ നദിയിൽ മുങ്ങുമ്പോ ആയി മാറി. എന്നിട്ട് അതാ യോഗി വീണ്ടും അവിടെ നിന്ന് എവിടേക്ക് പോകും, ബ്രഹ്മജ്യോതിയിലേക്ക് കടന്ന് അവിടെ നിന്ന് വീണ്ടും സദാശിവന്റെ ലോകമുണ്ട്, കൈലാസം എന്ന് പറയണത്, ആ ലോകം കടന്ന് നാരായണന്റെ ലോകമുണ്ട്, വൈകുണ്ഠം, ആ ലോകത്തിലേക്ക് കടക്കും. ആ ലോകത്തിലേക്ക് കടക്കുമ്പോ ഈ ജീവാത്മാവ് എന്ന് പറയുന്ന ആ സ്ഫുലിംഗം ഓട്ടോമാറ്റിക്കായിട്ട് ബലൂൺ പോലെയാണ്ട് വീർക്കും. അതിന് 4 4 ഹാൻഡഡ് രൂപം വരും. അപ്പോഴാണ് അതിന് മനസ്സിലാവണ എന്റെ സ്ഥാനം ഇവിടെ ആയിരുന്നു, ഞാൻ ഇവിടെ നിന്നാണ് വന്നത്, ഞാൻ ഭഗവാനെ മറന്നുകൊണ്ട് ഫോൾസ് ഈഗോ, ഞാൻ ഭഗവാനെ മറന്നുകൊണ്ട് എന്റെ സ്വന്തം സ്വരൂപസിദ്ധി മറന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, സ്വന്തം സ്വരൂപസിദ്ധി മറന്നുകൊണ്ട് ഞാൻ തന്നെയാണ് ഈശ്വരൻ, എന്നെ ആരാധിക്കണം, എന്താ എല്ലാവരും എന്നെ ആരാധിക്കാത്ത എന്നുള്ള ചിന്താഗതി എനിക്ക് മിഥ്യാഹങ്കാരം വന്നപ്പോഴാണ് ഞാൻ താഴേക്ക് പതിച്ചത്. ഭഗവാൻ എന്നെ എന്ത് ചെയ്യണം, താൽക്കാലികമായിട്ടുള്ള ഭഗവാന്റെ ആ ജയിലില് എന്നെ കൊണ്ടിട്ടത്. അപ്പൊ അതിനതാ തിരിച്ചറിവുണ്ടാവും. അതൊക്കെ അവിടെ ഇട്ടത്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, അതൊരു ചെറിയൊരു സെക്കൻഡുകളാണ് ഭഗവാൻ അതിന് ഓർമ്മ ഉള്ളൂ. ആ വൈകുണ്ഠ ലോകത്ത് ആ യോഗി എത്തിക്കഴിഞ്ഞാൽ തന്നെ എത്ര ജന്മങ്ങൾ എടുത്തു എന്നുള്ളതൊന്നും അതിന് ഓർമ്മ ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു മെമ്മറി മാത്രം, ഓ ഞാൻ അവിടെ ആയിരുന്നു അല്ലേ. കാരണം എന്താന്ന് വെച്ചാല് അവിടെ ഭൗതിക ലോകത്താണ് ടൈം ഉള്ളത്. ഈ ടൈം മെയിൻ ഫാക്ടറാണ്. നമുക്ക് ഇവിടെ ടൈം ഉള്ള കാരണം കൊണ്ടാണ് നമുക്ക് എത്ര 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 ജന്മം എടുത്തു എന്നും തോന്നണത്. നേരെ മറിച്ച് അവിടെ ടൈമില്ല, അവിടെ ജനനില്ല, മരണമില്ല, സമയമില്ല, ഒന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങള്.
ഒരു നിമിഷമെങ്കിലും ഒരു 2 മിനിറ്റെങ്കിലും നിങ്ങൾ മനനം ചെയ്ത് നോക്കി നോക്കുക, എങ്ങനെയായിരിക്കും അവരുടെ ആ ഒരു ദിവസം കടന്നു പോകുന്ന ആധ്യാത്മിക ലോകത്ത്. അവരുടെ സമയമില്ല. അപ്പൊ നമ്മൾ പറയുമ്പോ ആ യോഗി അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് എത്ര ജന്മം എടുത്തിട്ടാ നമ്മൾക്ക് അത് പറയുമ്പോ സമയമുള്ള കാരണം കൊണ്ട് സമയബന്ധിതമായിട്ടാണ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് വർക്കൗട്ട് ചെയ്യണത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, സമയമുള്ള കാരണം കൊണ്ട് ഒരുപാട് മില്യൺസ് കടന്നു. പക്ഷേ ഇതിനെ കവർ ചെയ്തുകൊണ്ട് സ്പിരിച്വൽ വേൾഡിൽ എത്തിയിട്ടുള്ള ആ യോഗിക്ക് എന്തോ ഒരു ചെറിയൊരു സ്ഫുലിംഗ് പോലെ, എവിടെയായിരുന്നു ഇന്നലെ ഇതുവരെ, അത്രേ ഉള്ളൂ. കാരണം അവിടെ സമയമില്ല, അവിടെ ഒന്നിനും സമയമില്ല. എല്ലാവരും സ്വരാടാണ്. സ്വരാട് ജന്മാദ്യസ്യ യഥോ അന്യയ, ഭാഗവതത്തിലെ ഫസ്റ്റ് ശ്ലോകം പറയുന്നുണ്ട്. എല്ലാവരും എന്താണ്, അവര് ഫ്രീ ഹാൻഡഡ് ആയിട്ട് ആ ജീവാത്മാവ് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ നിജസ്വരൂപം എന്താന്ന് മനസ്സിലാക്കി. ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ് എന്ന് മനസ്സിലാക്കി. ആ ആത്മാവ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവാത്മാവിന് തന്റെ സ്വരൂപസിദ്ധി തിരിച്ചു കിട്ടി ആ സുലിംഗം ഓട്ടോമാറ്റിക്കായിട്ട് വിഷ്ണുരൂപം 4 കൈയുള്ള വിഷ്ണുരൂപം ധരിക്കുന്നു. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് അവിടെ ചെന്ന് ചോദിക്കും, എവിടെയായിരുന്നു ഇത്ര വരെ എന്നൊക്കെ ഭഗവാൻ ചോദിക്കുമ്പോ എല്ലാം പറയും. എന്താണ് നിങ്ങളുടെ ആശങ്കരം? ഞാൻ ഭഗവാന് വേണ്ടി ഞാൻ സേവ ചെയ്തോളാം. ഈ കണ്ടകാലം ഭൗതിക ലോകത്തായിരുന്നു, ഞാൻ ഭഗവാന് വേണ്ടി സേവ ചെയ്തോളാം. അപ്പൊ ഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ ജപിച്ച കാരണം കൊണ്ട് ഭൗതിക സൃഷ്ടിയിലുള്ള ആൾക്കാരെ ഭൗതിക ലോകത്തേക്ക് കടക്കുമ്പോ അപ്സരസുകള്, കിന്നരന്മാര്, ഗന്ധർവന്മാര്, ഇവരൊക്കെ എന്ത് ചെയ്യണം, ഈ എന്താ പറയാ ഭഗവാന്റെ യോഗി തലത്തിൽ എത്തിയിട്ട് ബ്രഹ്മാവിന്റെ അവിടെ എത്തുമ്പോ ബ്രഹ്മാവിന്റെ ലോകത്തെത്തിയിട്ട് അയാള് ഭക്തിയോഗം സിദ്ധിച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടാണ് ആ യോഗിക്ക് ഭക്തിയോഗം പ്രാപ്തമാവുന്നത്. അപ്പോ ഈ ഭൗതിക ലോകത്ത് വെച്ചിട്ട് തന്നെ ആ യോഗീനെ എന്ത് ചെയ്യും, അവരെല്ലാവരും കൂടി വരണമാല്യം മണ്ട് അണിയിക്കും. ഈ അപ്സരസുകള്, ഗന്ധർവന്മാര്, അതുപോലെ തന്നെ കിന്നരന്മാര് എല്ലാവരും. എന്നിട്ടാണ് നാരായണ ലോകത്ത് എത്തണത്. വൈകുണ്ഠ ലോകത്ത് എത്തുമ്പോ അവിടെ ഗായത്രി മന്ത്രങ്ങൾ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്ന പറയണത്. ശബ്ദമുഖരിതമായിരിക്കും ഗായത്രി മന്ത്രം, നാരായണ കവചം, പുരുഷ സൂക്തം, എല്ലാം ശ്രുതി മന്ത്രങ്ങളും വേദമന്ത്രങ്ങളും കൊണ്ടും ഇങ്ങനെ മുഖരിതമായിരിക്കുന്ന പറയണത് നാരായണ മന്ത്രം ആ വൈകുണ്ഠ ലോകത്ത്. അപ്പൊ എവിടെയായിരുന്നു ഇത്ര നാള്, എന്തായിരുന്നു? അപ്പൊ ഈ യോഗി പറയും, എനിക്ക് ഇനി അങ്ങയുടെ സേവ മാത്രം ചെയ്താൽ മതി, ഞാൻ അങ്ങയുടെ സേവ ചെയ്തുകൊണ്ട് ജീവിച്ചോളാം എന്ന് പറയും. അപ്പൊ ഭക്തിയുത ഭഗവത് സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞിട്ട് ആ ആത്മാവ് ഒരിക്കൽ അതിനെ ആണി കൊടുത്ത് തറപ്പിച്ച് നിർത്തുക എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ജീവാത്മാവിന് ഒരു നിജസ്വരൂപമുണ്ട്. ആ സ്വരൂപത്തിൽ വെച്ചുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാൻ മീൻസ് ഭഗവാന് വേണ്ടി സേവനം ചെയ്യണം. എന്താണ് ഭഗവാൻ അവിടെ പറയണത് ആ സേവനം. അപ്പൊ ആ യോഗിയുടെ ആ ആത്മാവ് ആത്മീയ ലോകത്തെത്തിയപ്പോ അത് അവിടെ റെഡിയാണ്. അവിടെ സാഷ്ടാംഗ പ്രണമിച്ച് ഇനി എന്താ വേണ്ടത്, ഞാൻ സേവനം ചെയ്തോളാം എന്ന് പറഞ്ഞു. നേരെ മറിച്ച് ജ്ഞാനികൾ എന്താ ചെയ്യണ, ജ്ഞാനികളുടെ ആ ആത്മാവ് പോയിട്ട് ബ്രഹ്മലോകത്തിൽ അവിടെ ലയിക്കുകയാണ് ചെയ്യണത്. പിന്നെ അവിടെ ഒന്നുമില്ല, അവിടെ ശൂന്യാണ്. അതാണ് അവിടെ പറയണത്. അത് മോക്ഷം തേടുന്ന ആൾക്കാർക്ക് അതാണ്, അത് ഇഷ്ടപ്പെടണില്ല എന്ന് പറയണത്. ഭക്തിയോഗം സിദ്ധിച്ച ആൾക്കാർ മോക്ഷം ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാല് അവരുടെ ആത്മാവിനെ ഈ പഞ്ചസാര വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പഞ്ചസാരനെ കാണാൻ പറ്റുമോ? ഇല്ല, വെള്ളത്തിൽ ലയിച്ചു. അതേപോലെ ജ്ഞാനികളുടെ ആത്മാവ് ബ്രഹ്മലോകത്ത് ചെന്ന് കഴിഞ്ഞാൽ, ബ്രഹ്മജ്യോതിഷത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ലയനാണ് വരുന്നത് അവിടെ. അതുകൊണ്ടാ ആൾക്കാർക്ക് ലയനം വേണ്ട എന്ന് പറയണത്. അവരുടെ ആത്മാവ് എന്നും ശാശ്വതാണ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട്, ആത്മാവ് ശാശ്വതനാണ്, അതിന് സ്ഥിരമായിട്ട് നിലനിൽപ്പുണ്ടെന്ന്. ആ ആത്മാവ് അവിടെ സ്ഥിരമായിട്ട് നിന്നിട്ട് എന്ത് ചെയ്യണം, ഭക്തിയോഗം ചെയ്യണം. ഭക്തിയോഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ. അപ്പൊ നമ്മൾ വിചാരിക്കും ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ശരീരം ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ആത്മാവിന്റെ ആ നിജ സ്വരൂപം അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവിടെ എന്ത് ചെയ്യുക, 4 ഹാൻഡഡ് രൂപമുള്ള വിഷ്ണുരൂപം കിട്ടിക്കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഭഗവാന് വേണ്ടി സേവ ചെയ്യുക. അപ്പൊ ഭഗവാൻ പറയും, എന്ത് ചെയ്യുന്ന എന്റെ ഭക്തന്മാര് ഭൗതിക ലോകത്തിലുണ്ട്, അവരിതേ മരണാസന്നനായിട്ട് കിടക്കുന്നു, അവരെ നീ പിടിച്ചു കൊണ്ടുപോവാ എന്ന് പറയും. ആ ജോലിയാവും നമുക്ക് കിട്ടുക. അപ്പൊ അതൊരു ഭക്തിയുദ്ധ സേവനം തന്നെയാണ്. അങ്ങനെയാണ് അജാമിളനൻ മരിക്കാൻ കിടക്കുമ്പോ അജാമിളനെ കൊണ്ടുപോകാനായിട്ട് വിഷ്ണുദൂതന്മാര് വന്നത്. വിഷ്ണുദൂതന്മാരുടെ ജോലി നമുക്ക് കിട്ടും. അതൊരു ഭക്തിയുദ്ധ ഭഗവത് സേവനം തന്നെ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഭക്തിയുദ്ധ ഭഗവത് സേവനം എന്ന് പറഞ്ഞാൽ എൻഡ്ലെസ് ആണ്. ഇവിടെ ഒരു ജോലിയുണ്ട്, വീട്ടിലൊരു ജോലിയുണ്ട്, ജോലി സ്ഥലത്ത് ഒരു ജോലിയുണ്ട്, പുറത്ത് കിടന്നാൽ നമുക്ക് ജോലിയുണ്ട്, എവിടെയും ജോലിയാണ്. നേരെ മറിച്ച് ലയനം
എന്ന് പറയുന്നത് അതാണ് മോക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഈ പഞ്ചസാര വെള്ളത്തിലിട്ട് ലയിപ്പിക്കുന്ന പോലെയാണ്. അതാണ് ഏത് ഈ ജ്ഞാനികൾ ചെയ്യണ ബ്രഹ്മജ്യോതിസിനെ ആത്മാവിനെ കൊണ്ടിട്ട് അവിടെ കൊണ്ട് ബ്രഹ്മജ്യോതിസിൽ ലയിപ്പിക്കുക. അത് അവർക്ക് വേണ്ട എന്നാ പറയണത്. ഭഗവാനും അത് ഇഷ്ടമല്ല. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആത്മാക്കളാണ്, നിങ്ങൾക്ക് നിജമായിട്ടുള്ള ഒരു സ്വരൂപമുണ്ട്, അത് ശാശ്വതനാണ്, അത് എന്നൊന്നും നിലനിൽക്കുന്നതാണ്. നിങ്ങളുടെ ഇതെന്താണ്? ജീവേര സ്വരൂപേ കൃഷ്ണേന നിത്യദാസേ, ഭഗവാന് വേണ്ടി ദാസ്യ എന്താ പറയാ സേവ ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ആ യോഗിയുടെ തലത്തിൽ എത്തിയിട്ട് ഭഗവാന്റെ ലോകത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന് വേണ്ടി സേവ ചെയ്യാനായിട്ട് തയ്യാറാവുക. അപ്പൊ എന്താ പറഞ്ഞ ഭഗവാൻ എന്ത് ജോലിയാണ് പറഞ്ഞ വെച്ചിങ്ങ നമ്മളെ 400 രൂപയുള്ള ആ രൂപം ധരിച്ചുകൊണ്ട് നമ്മൾ ജോലി ചെയ്യാം. അപ്പോഴും അവിടെ എന്തുണ്ട്? നോൺ സ്റ്റോപ്പായി അവിടെ നമ്മളിങ്ങനെ നിരന്തരം സേവ ചെയ്തുകൊണ്ടിരിക്കുക. വീട്ടിലായി വീട്ടിലെ പണികൾ ചെയ്യണു, ജോലി സ്ഥലത്തായി ജോലി സ്ഥലത്തുള്ള ചെയ്യുന്നു, വേറെ ഏതെങ്കിലും ഓർഗനൈസേഷനിൽ പോയി കഴിഞ്ഞാൽ അവർ പറയണ ആ ജോലി ചെയ്യണു, പുറത്ത് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ ചെയ്യണു. അപ്പൊ നമ്മൾ എപ്പോഴും നിരന്തരം എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മരിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവ് എന്തൊക്കെയോ ചെയ്യണം. ആ ചെയ്യേണ്ടത് എന്താണ്? ഭഗവാന്റെ അടുത്തെത്തി ഭഗവാന് വേണ്ടി സേവ ചെയ്യണം. അതാണ് ഭക്തിയുത ഭഗവത് സേവനം എന്ന് പറയുന്നത്. എൻഡ്ലെസ് ആ ആത്മാവായി ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഭഗവാന് വേണ്ടി സേവ ചെയ്യാം. അല്ലാതെ മോക്ഷം തേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രഹ്മജ്യോതിസിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ശരീരം ഉപേക്ഷിച്ച് ആ ആത്മാവിനെ ബ്രഹ്മജ്യോതിസിൽ ലയിപ്പിക്കുക. അത് വേണ്ട എന്നാ പറയുന്നത്. അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് വെച്ചാല് വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പഞ്ചസാരയെ കാണാൻ പറ്റില്ല, അത് ലയിച്ചു പോയി. അതേപോലെയുള്ള ഒരു ലയനം മോക്ഷം തേടുന്ന അല്ലെങ്കിൽ ഭക്തി യോഗം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ട എന്നാണ് അവർ പറയുന്നത്. ഞാൻ പറയണത് സ്പീഡ് കൂട്ടണ്ടെന്ന് അറിയില്ല. ഹരേ കൃഷ്ണ. ഇതാണ് ഇതിനകത്തുള്ള അന്തരാർത്ഥം. നമുക്ക് സമയമായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക നിരന്തരം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? മന്ത്രം നമ്മളെ സംരക്ഷിക്കും. പിന്നെ മന്ത്രം നമ്മൾക്ക് എന്ത് ചെയ്യണം? സംരക്ഷണം തരും. മന്ത്രം നമ്മളെ സംരക്ഷിക്കുക. അവസാനം മന്ത്രം നമ്മളെ എന്ത് ചെയ്യണം? ദർശനം നമുക്ക് തരും. അതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാനായിട്ട് പറയണത്. ഈ മന്ത്രത്തിന് എന്താ വെച്ചാല് വെള്ളത്തിലായാലും ത്വക്കിലൂടെ ആയാലും രുചിയായാലും ഗന്ധായാലും ഏത് വസ്തുക്കളിലൂടെ എന്ത് ചെയ്യാണ്? ആ മന്ത്രം കടന്നു പോവും. ഇപ്പൊ നമുക്കറിയില്ലേ, ഓം പവിത്ര അപവിത്ര നമ്മൾ വെള്ളത്തിൽ എടുത്തിട്ട് നമ്മൾ ആചമനം ചെയ്യുന്നുണ്ട് ആൾക്കാരെ. ആചമനം ചെയ്യുമ്പോൾ ആ വെള്ളം എടുത്തിട്ടാണ് ആചമനം ചെയ്യണത്, കൈക്കൊള്ളും വിട്ട്. അപ്പൊ ആ വെള്ളത്തിൽ എന്ത് ചെയ്യണത്? ആചമനത്തിന്റെ മന്ത്രം അവിടെ ലയിച്ചു ചേർന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന് എന്താണ് പ്രസക്തി ഉള്ളത് എന്ന്. അത് എല്ലാ തരം മേടികളുടെ ഉള്ളിലൂടെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ മന്ത്രം ചെല്ലുമ്പോ വെള്ളത്തിൽ അത് ലയിച്ചു ചേർന്ന ആ മന്ത്രം. അതേപോലെ മരത്തടി ആയാലും, അതേപോലെ തന്നെ നമ്മുടെ ഗന്ധത്തിലായാലും രസത്തിലായാലും ത്വക്കിലായാലും അതേപോലെ തന്നെ ഒരു വസ്തുവിലായാലും എല്ലാത്തിലും നമ്മൾ ഈ മന്ത്രം ചെല്ലുമ്പോ അതിനെ പ്രാപ്യമാക്കാനുള്ള ഒരു കഴിവുണ്ട് ഈ മന്ത്രത്തിന്. അത് സംസ്കൃതത്തിൽ എഴുതിയതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡീപ്പായിട്ട് അത് പഠിക്കാത്ത കാരണം കൊണ്ട് നമ്മൾ വിചാരിക്കും ഈ വായ കൊണ്ട് ഇങ്ങനെ വെറുതെ പറയുമ്പോൾ എന്താണ് അതിലുള്ളത് എന്ന് വിചാരിക്കും. പിന്നെ നമ്മൾ ഇത് ജപിക്കുന്ന സമയത്ത് ഈ മന്ത്രം എന്ത് ചെയ്യാണ്? ഭൗതിക ലോകം വിട്ടിട്ട് ആത്മീയ ലോകത്തിലെ ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിൽ ആ ശരീരത്തിൽ ചെന്നിട്ട് അത് ടച്ച് ആവുന്നുണ്ട്. അവിടെ രാധാറാണിയും ഭഗവാനും ചെന്ന് നിൽക്കുമ്പോ നമ്മൾ കണ്ടിട്ടില്ലേ കരയണ കുട്ടിക്ക് പാലുള്ളൂ എന്ന്. അപ്പൊ അംഗൻവാടിയിലെ കുട്ടികളെ കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ അറിയില്ലേ, ചില കുട്ടികൾ കരയും. അപ്പൊ കരയുന്ന കുട്ടികൾക്ക് ഓടി ചെന്നിട്ട് എന്ത് ചെയ്യും? അവരെ ടീച്ചർമാർ പാല് കൊടുക്കും. അതേ പ്രകാരം തന്നെ നമ്മൾ ഈ ഭൗതിക ലോകത്ത് ഈ ഹരേകൃഷ്ണ മഹാമന്ത്രം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ രാധാറാണിക്കും ഭഗവാനെ അവിടെ അലേർട്ടാണ്. ഭഗവാൻ തന്നെ പറയും, കണ്ടില്ലേ എന്റെ ഭക്തരെ അവിടെ എന്നെ കുറിച്ച് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മള് ശബ്ദത്തിലൂടെ ഹരേകൃഷ്ണ ജപിക്കുമ്പോ അതിന്റെ മുഖരിതമായിട്ടുള്ള ഒരു വേവ്സ്, ഒരു തരംഗങ്ങള് ഈ ഭൗതിക ലോകം ഈ ബ്രഹ്മാണ്ടം കവർ ചെയ്തുകൊണ്ട് അത് സ്പിരിച്വൽ വേൾഡിലേക്ക് എത്തി ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിലെത്തി ഭഗവാനെ അത് എന്ത് ചെയ്യണം? അലേർട്ടാക്കുന്നുണ്ട്, ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ആള് നമ്മളെ ശ്രദ്ധിക്കും, ഈ ഭക്തന് എന്താണ് വേണ്ടതെന്ന്. അങ്ങനെ ആളുടെ ശ്രദ്ധ നമ്മളെ പിടിച്ചു പറ്റാനായിട്ട് നമ്മൾ നോക്കണം. അതിന് ആൾക്ക് ഇഷ്ടമുള്ളത്, ഭഗവാന് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യുക. ആ ചെയ്യണതാണ് ഈ ഭക്തിയുത ഭഗവത് സേവനം. അത് ഈ ശരീരം ഉള്ളപ്പോഴല്ല, ഈ ശരീരം നശിച്ചാലും ആ ആത്മാവ് എന്നും നിലനിൽക്കുന്നതാണ്. എന്നിട്ട് അതിന് ഒരു രൂപം വീണ്ടും കിട്ടും. അപ്പൊ അത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും ഈ പ്രോസസ്സ്. ഹരേ കൃഷ്ണ. നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്സില്.
ഹരേ കൃഷ്ണ. ഇത്രയൊക്കെയാണ് ഈ ശ്ലോകത്തിൽ ഇന്ന് പറയാനുള്ളത്. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് പ്രഭുജി. മനസ്സിലാവുന്നുണ്ടോ മാതാജി? മനസ്സിലായി. ഞാനൊരു ബിഗിനർ ആണ്. എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതൊക്കെ കുറച്ച് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. എന്നാലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന അത്രയൊക്കെ എന്റെ പരിമിതിയിൽ ഇങ്ങനെ കേട്ടാണല്ലോ പഠിക്കാൻ പറ്റുക. അതെ 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 അതെ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തേലും എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹരേ കൃഷ്ണ. നന്ദി പ്രഭുജി, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഒരു ഡൗട്ട് ഉണ്ട് പ്രഭുജി, ഞാൻ പറഞ്ഞോട്ടെ. പ്രഭു, ഞാൻ എന്റെ ഒരു ഡ്യൂട്ടി ഫണ്ട് ചോദിച്ചതാണ്. അത് എങ്ങനെയാന്ന് വെച്ചാല്, കേൾക്കാമോ പ്രഭു? കേൾക്കാം. അതായത് ബ്രഹ്മദേവൻ ബ്രഹ്മലോകത്ത് പോകുന്നവര് തിരിച്ച് ഭൂമിയിൽ വന്നിട്ടല്ലേ തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു. അപ്പോ ഇന്നത്തെ ഡിസ്കഷന്റെ ബ്രഹ്മലോകത്ത് നിന്നും ബ്രഹ്മാവിന്റെ കൂടെ അല്ലെ? അതെ, ബ്രഹ്മാവിന്റെ കൂടെയാണ് പോകുന്നത്. തിരിച്ച് അല്ല, അവര് ഭൂമിയിലേക്ക് വരുന്നത് അവര് സ്ഥാനഭ്രഷ്ടരാകുമ്പോ, ഭ്രഷ്ട് ആവുമ്പോ, അതിൽ ഫെയിലിയർ ആവണവരാണ് ഭൂമിയിലേക്ക് വരുന്നത്. അവര് 8ാമത്തെ ലെവലിലേക്ക് എത്തുന്നതിന് മുമ്പ് 8 സ്റ്റെപ്പുകളാണ് ഉള്ളത്. അതിൽ 8ാമത്തെ ലെവൽ എത്തുന്നതിന് മുമ്പ് അവര് ഫെയിലിയർ ആവും. ഫെയിലിയർ ആവുമ്പോഴാണ് അവര് ഭൂമിയിലേക്ക് വീണ്ടും പതിക്കുന്നത്. ചിലവര് ഭൂമിയിലേക്ക് പതിക്കും, ചിലര് താഴ്ന്ന ലോകമല്ല, ഭൂവർലോകത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോകത്ത്, സ്വർഗലോകത്തോ നിൽക്കും. എന്നിട്ട് പുണ്യം തീർന്നിട്ട് വീണ്ടും ഭൂമിയിലേക്ക് പതിക്കും. അങ്ങനെയാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം വായിച്ചിട്ടുള്ളത്, അദ്ദേഹം പറഞ്ഞത് ഒരു ഡൗട്ട് ഉണ്ട് പ്രഭു എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞതാണ്. എനിക്കത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയില്ല. പ്രഭുവിന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. അതായത് അദ്ദേഹം ചോദിച്ചത്, ബ്രഹ്മലോകത്ത് എത്തിയവർ ബ്രഹ്മാവിന്റെ കൂടെ വൈകുണ്ഠം പോകും ബ്രഹ്മാവിന്റെ കാലശേഷം എന്നാണ് പറയുന്നത്. അങ്ങനെ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ഡൗട്ട്, ബ്രഹ്മലോകത്ത് പോയാലും ഭൂമിയിലേക്ക് വീണ്ടും തിരിച്ചു വരേണ്ടതല്ലേ? ബ്രഹ്മലോകത്ത് നിന്ന് നേരിട്ട് വൈകുണ്ഠം പോകാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ബ്രഹ്മാവിന്റെ കൂടെ, ബ്രഹ്മാവിന് അവിടെ അസോസിയേഷൻ ഉണ്ട്. ബ്രഹ്മാവിന്റെ ലോകത്ത് അസോസിയേഷൻ ഉണ്ട്. അവിടെ എന്താണ് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഭഗവാന്റെ അസോസിയേഷൻ അവിടെ നടക്കുന്നുണ്ട്. അതിലെ ഭക്തിയുത ഭഗവത് സേവനം ചെയ്തിട്ട് അവര് പോവാണ് ചെയ്യണത്. ബ്രഹ്മാവിന്റെ ലോകത്തുള്ള അസോസിയേഷൻ ചെയ്തിട്ടാണ് അന്ന് നമ്മുടെ ഇതില്ലേ, ഈ എന്താണ്, ഞാൻ പേര് മറന്നു, അവിടെ ഈ സത്സംഗം ഉണ്ട്. ബ്രഹ്മാവിന്റെ ലോകത്ത്, സത്യലോകത്ത് സത്സംഗം ഉണ്ട്. ആ സത്സംഗത്തിലെ ഭക്തിയോഗം അവരെ പ്രാക്ടീസ് ചെയ്തിട്ട് ബ്രഹ്മാവിന്റെ കൂടെ അവര് പോകും. അപ്പൊ ബ്രഹ്മാവിന്റെ കൂടെ പോകും എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബ്രഹ്മാവിന്റെ കൂടെ അല്ലാതെ പോകാൻ പറ്റുമോ? ബ്രഹ്മാവിന്റെ കാലശേഷം പോകുമെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ചോദ്യം ഇതാണ്, നമുക്ക് പോകാൻ പറ്റുമെന്നാണ് ചോദ്യം. അവിടെ എത്തിയാൽ ഇല്ല, ബ്രഹ്മാവിന്റെ കൂടെ അല്ലാതെ പോകാൻ പറ്റില്ല. പ്രാകൃത പ്രളയം സംഭവിക്കുന്നത് കാരണം വെച്ചാല് ബ്രഹ്മാവ് അവിടെ നിൽക്കുന്നുണ്ട്. ബ്രഹ്മാവിന്റെ ഓരോ ദിവസം കൽപ്പുണ്ട്. കൽപ്പത്തില് 10 ലോകമാണ് കഴിയണത്. അപ്പൊ 4 ലോകം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ആ 4 ലോകം നിൽക്കുമ്പോ ഈ മേലെയുള്ള 10 കംപ്ലീറ്റ് ആ ബ്രഹ്മാണ്ടം എരിഞ്ഞടങ്ങുന്നത് പ്രാകൃത പ്രളയം സംഭവിക്കുന്നത് ബ്രഹ്മാവിന് 100 years ആവുമ്പോഴാണ്. ആ സമയത്താണ് അതിന് പോവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ ഈ താൽക്കാലിക വൈകുണ്ഠ ലോകത്തേക്ക് യോഗി ചെന്നിട്ട് തിരിച്ച് അവര് മഹർലോകത്തേക്ക് എത്തുമ്പോഴാണ് അവര് ജ്ഞാനോദയം ഉണ്ടാവുന്നത്. ഞാൻ വന്ന വഴി ശരിയായില്ല എന്നുള്ള ജ്ഞാനോദയം അവർക്ക് കിട്ടുന്നത്. കാരണം താൽക്കാലിക വൈകുണ്ഠ ലോകമാണ് ബ്രഹ്മാവിന്റെ ആ ശ്വേതദ്വീപിലുള്ള പാൽക്കടലിൽ ശയിക്കുന്ന ക്ഷീരോദശിയായ വിഷ്ണുവിന്റെ ലോകം. അത് ടെമ്പററി ആയ കാരണം കൊണ്ടാണ് ഇവർ ക്വാളിഫൈഡ് അല്ലാത്തത്. അത് ഞാനൊരു പ്രഭുവിനോട് ചോദിച്ചു, അത് താൽക്കാലിക വൈകുണ്ഠ ലോകത്തേക്ക് ആ യോഗി പോയല്ലോ, അപ്പൊ അവർക്ക് എന്തുകൊണ്ട് മോക്ഷം കിട്ടുന്നില്ല? അപ്പൊ അത് പറഞ്ഞു, അത് ബ്രഹ്മാണ്ടത്തിന്റെ ഉള്ളിലാണ്. ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് ഭൗതിക ലോകമാണ്, മെറ്റീരിയൽ വേൾഡ് ആണ്. അതുകൊണ്ടാണ് അവര് ക്വാളിഫൈഡ് അല്ലാത്തത്. അപ്പൊ അത് കാരണം കൊണ്ട് 3 വിഷ്ണു അതിനകത്ത് താൽക്കാലിക വൈകുണ്ഠ ലോകമായ കാരണം കൊണ്ട് ക്വാളിഫൈഡ് അല്ല. തിരിച്ച് അതിന്റെ പുറത്തേക്ക് അവർ കടക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് സക്സസ് ആയതിനു ശേഷമാണ് നെക്സ്റ്റ് അവര് എന്ത് ചെയ്യണം, മന്വന്തരം കഴിഞ്ഞതിന് ശേഷമാണ് മഹർലോകത്തേക്ക് കിടക്കുന്നത്. എന്നിട്ട് ഓരോരോ ലോകത്തേക്ക് അവർ കിടക്കും. അതിൽ നല്ല ക്വാളിഫൈഡ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, ഈ ശ്വേതദ്വീപിൽ താൽക്കാലിക വൈകുണ്ഠ ലോകത്ത് നിന്ന് ചിലവര് ഡയറക്റ്റ് സത്യലോകത്തേക്ക് കിടക്കുന്നവരുണ്ട്. ചിലവര് പടിപടിയായിട്ട് മഹർലോകം, ജനലോകം, തപലോകം അങ്ങനെ പോകുന്നവരുണ്ട്.
നേരെ മറിച്ച് ഭ്രഷ്ട് സംഭവിച്ച ആൾക്കാരെ സ്വർഗലോകത്തേക്ക് താഴെ വീണിട്ട് പിന്നീട് പുണ്യം തീർന്നിട്ട് ഭൂമിയിലേക്ക് വരും. ചിലവരോ ഡയറക്റ്റ് തന്നെ നല്ല ക്വാളിഫൈഡ് അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ഭ്രഷ്ട് കൽപ്പിച്ച് അവര് താഴെ ഡയറക്റ്റ് ഭൂമിയിലേക്ക് വീണവരുണ്ട്. ചിലവര് ഗന്ധർവ ലോകത്തേക്ക് പോണവരുണ്ട്, ഗന്ധർവന്മാര് കിന്നരന്മാരുടെ ലോകത്തേക്ക് പോണവരുണ്ട്. അങ്ങനെ യോഗികളുടെ ട്രാക്ക് ജ്ഞാനികളെക്കാൾ ഡിഫറെന്റ് ആണ്. കർമ്മയോഗികളുടെയും ജ്ഞാനികളും വളരെ കോംപ്ലിക്കേറ്റഡ് ആ യോഗികളുടെ. അവിടെ പോണ വഴിയും പിന്നെ തിരിച്ച് നിബദിക്കുന്നതും ഡിഫറെന്റാ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു, നല്ല എക്സ്പ്ലനേഷൻ, നന്നായിരുന്നു. അപ്പൊ ചോദ്യത്തിന് ഉത്തരം ഇത് പ്രഭു പറഞ്ഞതുപോലെ ബ്രഹ്മലോകത്ത് എത്തിയവർക്ക് ബ്രഹ്മാവിന്റെ കൂടെ പ്രളയത്തിന് ശേഷം വൈകുണ്ഠത്തിൽ പോകാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ ഭൂമിയിൽ നേരിട്ട് പോകാൻ പറ്റുന്നത് പോലെ ബ്രഹ്മലോകത്ത് നിന്ന് നേരിട്ട് വൈകുണ്ഠം പറ്റില്ല. ഓക്കെ, ക്ലിയർ. താങ്ക് യു പ്രഭുജി. ഈ ക്ലാസിന്റെ ലിങ്ക് ഞാൻ ആ പ്രഭുവിന് അയച്ചു കൊടുക്കാം. നന്ദി പ്രഭുജി. നന്ദി. അങ്ങ് ഇതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുണ്ട്, അത് റിയലൈസ്ഡ് ആണ്. അതുകൊണ്ട് നമുക്കൊക്കെ വലിയ ഉപകാരമാണ് പ്രഭുവിന്റെ കൂടെ സംസാരിക്കുന്നത്. നന്ദി പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. എനിക്ക് കാലത്ത് ഒരിക്കലും ക്ലാസ് എടുക്കാൻ പറ്റില്ല. അത് കാരണം കൊണ്ടാ ഞാൻ ഇവിടെ ആരും ഇല്ലാത്ത കാരണം കൊണ്ട് എടുക്കാം. നിങ്ങളുടെ മോർണിംഗ് ഭാഗവതം സമയത്ത് ഇവിടെ ഒരുപാട് പേര് ഉറങ്ങുന്നുണ്ടാവും. അപ്പൊ എനിക്ക് ഇത്രയധികം ശബ്ദം എടുത്ത് എനിക്ക് എന്താ പറയാ ക്ലാസ് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അത് കാരണം കൊണ്ടാണ്. പ്രഭുവിന്റെ ക്ലാസ് മറ്റുള്ളവര് വീഡിയോസ് നോക്കാറുണ്ട് പ്രഭു. അതുകൊണ്ട് ഇത് ഈവനിങ് സെഷൻ ആണെങ്കിൽ കൂടിയും പ്രഭുവിന്റെ ക്ലാസ് റെക്കോർഡഡ് ക്ലാസ് ഒരുപാട് പേര് കേൾക്കുന്നത്. അങ്ങനെ ആവട്ടെ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. താങ്ക് യു. ക്ലോസ് ചെയ്യണേ പ്രഭു.